സോ ഹായ് ഓൾ നമ്മൾ കുറച്ചൊരു ബ്രേക്കിന് ശേഷം പുതിയൊരു ക്ലാസ് ആയിട്ട് വന്നിരിക്കുകയാണ്. സോ നമ്മളെ റൊട്ടേഷൻ മോഷൻ തുടങ്ങി അല്ലെ. റൊട്ടേഷൻ മോഷന്റെ സെന്റർ ഓഫ് മാസ് എന്താ പറഞ്ഞു, ഒരിച്ചിരി ബോഡി എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കിടക്കുകയാണ്. അതായത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരു ബോഡിന്റെ മാസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പോയിന്റിലേക്കാണ്. ആ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് മാസ്. അതേപോലെ റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു ബോഡിന്റെ മാസ് ഫിക്സഡ് ആയിട്ട് നിൽക്കുക ഏത് റൊട്ടേഷനിൽ അണ്ടർഗോ ചെയ്താൽ. സോ നമുക്ക് തുടങ്ങാം. ലീനിയർ മൊമെന്റം ഓഫ് എന്താ പറയുക, സെന്റർ ഓഫ് മാസ്. അപ്പോൾ ഒരു എൻ പാർട്ടിക്കിൾ ഫോർ ആൻ എൻ പാർട്ടിക്കിൾ സിസ്റ്റം ദ പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് ഈസ് ഗിവൺ ബൈ, അതായത് ഏതൊരു എൻ പാർട്ടിക്കിൾ സിസ്റ്റം ആയിക്കോട്ടെ, പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് കാണാനുള്ള ഇക്വേഷൻ, അതായത് പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് കാണാൻ ഞാൻ കുറെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. 1D 2D 3D ഒക്കെ അവിടെയൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞു തന്നിട്ടുണ്ട്. പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് വെക്ടർ R എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അതൊരു വെക്ടർ ആണ്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഓക്കെ, സോ അത് എന്താ പറയാ, ഒരു എൻ പാർട്ടിക്കിൾ സിസ്റ്റം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസ് കാണാൻ ഇക്വേഷൻ m1r1 പ്ലസ് m2r2 പ്ലസ് എക്സെട്ര 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 പ്ലസ് mn rn. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം ആണ്, ഓൾ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. ഓക്കെ, അപ്പൊ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് എക്സെട്ര 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 mn ആണ്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏത് ഡയമെൻഷൻ ആയിക്കോട്ടെ, 1D ആയിക്കോട്ടെ, 2D ആയിക്കോട്ടെ, 3D ആയിക്കോട്ടെ, നമ്മൾ 1D 2D 3D ഒന്നും പറയൂല, നേരെ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷൻ വെക്ടർ ആണ്. അതായത് വെക്ടർ R ഈസ് ഈക്വൽ ടു m1r1 plus m2r2 plus etc 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 plus mn rn all divided by capital M. Capital M എന്താണെന്ന് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കാണേണ്ടത് ലീനിയർ മൊമെന്റ് ആണ്. സോ ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം അല്ലേ, ഞാൻ അതിന് നേരെ ഇങ്ങോട്ട് എടുത്തു. സോ നമുക്ക് എന്ത് കിട്ടും, അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എം ഇൻറ്റു വെക്ടർ ആർ. ഓക്കെ, ക്യാപിറ്റൽ എം ഇൻറ്റു വെക്ടർ ആർ ഇസ് ഈക്വൽ ടു m1r1 പ്ലസ് m2r2 പ്ലസ് എക്സെട്ര 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 പ്ലസ് mn rn എന്ന് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾ രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ആണ്. ഓക്കെ, പക്ഷെ ഞാനിവിടെ ഡി ബൈ ഡി ടി ആണ് എടുക്കുന്നത്. ഓക്കെ, ടേക്ക് ഡി ബൈ ഡി ടി. ഓക്കെ, ടേക്ക് ഡി ബൈ ഡി ടി ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, ടേക്ക് ഡി ബൈ ഡി ടി ഓൺ ബോത്ത് സൈഡ്സ്. ഡി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ ആണ്. ഡിഫറൻസിയേഷൻ നമ്മൾ എന്താണ് വൺ ഡയമെൻഷണൽ മോഷനിൽ പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. സോ ടേക്ക് ഡി ബൈ ഡി ടി ഓഫ് ബോത്ത് സൈഡ്, രണ്ട് ഭാഗത്തും ഡി ബൈ ഡി ടി എടുക്കുക. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ഭാഗത്തും എടുക്കണം. സോ ആദ്യം നമ്മൾ ഡി ബൈ ഡി ടി, ഇവിടെ ഡി ബൈ ഡി ടി എടുക്കുക. സോ ഡി ബൈ ഡി ടി ഓഫ് എന്താ പറയുക, ഓഫ് ക്യാപിറ്റൽ എം ഇൻറ്റു വെക്ടർ ആർ. ഓക്കെ, ഈസ് ഈക്വൽ ടു ഇവിടെ മൊത്തം ഡി ബൈ ഡി ടി ഓഫ് എന്താ പറയുക m1r1 പ്ലസ് m2r2 പ്ലസ് എക്സെട്ര 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 പ്ലസ് mn rn എന്ന് കിട്ടി. ഓക്കെ, നമ്മൾക്ക് ഏറെക്കുറെ കഴിയാൻ പോവാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പില് ഇവിടൊക്കെ ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പില് ഇത് ഇതേപോലെ ഇവിടെ എം കോൺസ്റ്റന്റ് അല്ലേ, സോ ഞാൻ എമ്മിന് പുറത്ത് എടുത്തു. എം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. സോ എം ഇൻറ്റു ഡി ബൈ ഡി ടി അല്ലെങ്കിൽ ഡി ആർ ബൈ ഡി ടി. ഓക്കെ, വെക്ടർ ഇട്ട് കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. എം ഇൻറ്റു ഡി ആർ ബൈ ഡി ടി കിട്ടും. ഞാൻ ഇതിന് എല്ലാ ടേമിനെ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ, എല്ലാവരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് എന്ത് കിട്ടും, ഡി ബൈ ഡി ടി ഓഫ് എന്താ പറയാ m1r1 പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് എന്താ പറയാ m2r2 അങ്ങനെ പോയി പ്ലസ് 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 എക്സെട്ര 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 പ്ലസ് ഡി ബൈ എന്താ പറയാ ഡി ടി ഓഫ് എന്ത് വരും mn rn എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്, നെക്സ്റ്റ് സ്റ്റെപ്പില് പറഞ്ഞുതരാം. ഇത് ഇതേപോലെ തന്നെ എഴുതാം, എം ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. അതിനൊന്നും വലിയ മാറ്റമില്ല കേട്ടോ. സോ ക്യാപിറ്റൽ എം ഇൻറ്റു ഡി ആർ ബൈ എന്താ പറയാ ഡി ടി. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലായിടത്തും മാസ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നമ്മൾ മാസ് എടുത്ത പോലെ ഇവിടൊക്കെ മാസ് കോൺസ്റ്റന്റ് ആണ്. സോ ആദ്യം നമ്മൾ m1 പുറത്തെടുത്തു. നമുക്ക് എന്ത് കിട്ടും, m1 ഇൻറ്റു ഡി ബൈ എന്താ പറയാ ഡി ടി. ഓക്കെ, ഓഫ് എന്താ പറയാ r1 ഓഫ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, m ഇൻറ്റു ഡി r1 ബൈ ഡി ടി. ഓക്കെ, അത് കോൺസ്റ്റന്റ് അല്ല. അടുത്തതിന് m2 പുറത്തെടുത്തു. സോ m2 ഇൻറ്റു എന്ത് കിട്ടും, ഡി r2 ബൈ ഡി ടി പ്ലസ് എക്സെട്ര എക്സെട്ര എക്സെട്ര. ലാസ്റ്റത്തിന് നമ്മൾ ഇവിടുന്ന് mn പുറത്തെടുത്തു. അപ്പോൾ mn ഇൻറ്റു എന്ത് കിട്ടും, ഡി ബൈ ഡി ടി ഓഫ് എന്താണ് rn ആണ് കിട്ടി. ഓക്കെ, അപ്പോ ഇനി നമ്മൾ എങ്ങനെ ചെയ്യും, ഇനി വളരെ എളുപ്പമാണ്. എന്താ വെച്ചാല് നമുക്കറിയാം dx ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്, dx ബൈ ഡി ടി എന്ന് പറഞ്ഞ വെലോസിറ്റി ആണ്.
ഓക്കെ, ഇവിടെ എക്സ് എന്ന് പറഞ്ഞ പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇവിടെ ഡി ആറിൽ എന്ന് പറഞ്ഞാൽ ആർ എന്ന് പറഞ്ഞാൽ പൊസിഷൻ ആണ്, എക്സാക്ട്ലി ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാലും എന്താണ്, വെലോസിറ്റി ആണ് അല്ലെ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഡി ആർ ബൈ ഡി ടിക്ക് വി കൊടുത്തു. ഓക്കെ, അപ്പോൾ സോ ക്യാപിറ്റൽ എം ഇൻറ്റു വി, ഇത് ആര് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ആണ്. സോ ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് ആണ്. ഓക്കെ, എം വൺ ഇൻറ്റു ഡി ആർ വൺ ബൈ ഡി ടി. ഓക്കെ, സ്മോൾ ആർ ആയാലും ഇതൊക്കെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ എം വൺ ഇൻറ്റു എന്താ പറയാ, ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ വി ആണ്. സോ ഡി ആർ വൺ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വി വൺ ആയിരിക്കും. ഓക്കെ, വി വൺ പ്ലസ് ഈ എം ടു ഇൻറ്റു ഡി ആർ ടു ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വി ടു ആയിരിക്കും. പ്ലസ് എക്സെട്ര പ്ലസ് എം എന്താ പറയാ എം എൻ ഇൻറ്റു ഡി ആർ എൻ ബൈ ഡി ടി. ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. സോ ഡി ആർ എൻ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വി എൻ ആയിരിക്കും. സോ പരിപാടി കഴിഞ്ഞു. നമുക്കറിയാം മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്, P is equal to എം വി ആണ് അല്ലെ. സോ അത് ഇവിടെ തന്നെ അല്ലേ, ഇവിടെ വി സെന്റർ ഓഫ് മാസ് എന്ന് മാത്രം. സോ ഒരു റിജിഡ് ബോഡിന്റെ സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ പി സി എം, ഇവിടെ എം വി എന്ന് പറഞ്ഞ മൊമെന്റം. ഓക്കെ, സോ മൊമെന്റം ഓഫ് സെന്റർ ഓഫ് മാസ്, ഇവിടെ സി എം ഉള്ളതുകൊണ്ട് ഇവിടെ ഞാൻ സി എം കിട്ടും. ഈസ് ഈക്വൽ ടു എം വൺ വി വൺ, അതായത് പി ഈസ് ഈക്വൽ ടു എം വി ആണെങ്കിൽ പി വൺ ഈസ് ഈക്വൽ ടു എം വൺ വി വൺ അല്ലേ. പി വൺ പ്ലസ് എം ടു വി ടു, അതായത് പി ടു പ്ലസ് എക്സെട്ര എം എൻ വി എൻ നമ്മൾ പി എൻ എന്ന് കൊടുത്തു. സോ ഇത്രയേ ഉള്ളൂ. സോ പി സി എം ഈസ് ഈക്വൽ ടു പി വൺ പ്ലസ് പി ടു പ്ലസ് പി ത്രീ പ്ലസ് അങ്ങനെ പൊക്കോണ്ട് പോകും. എത്ര ബോഡിയാണോ അത്രയും ബോഡിക്ക് ഇങ്ങനെ പൊക്കോണ്ട് പോകും. അപ്പോൾ ഒരു സെന്റർ ഓഫ് മാസിന്റെ ലീനിയർ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, വലിയ ഇമ്പോർട്ടന്റ് ഉണ്ടോ വെച്ചാൽ കുഴപ്പമില്ലാത്ത ഇമ്പോർട്ടൻസ് ഉണ്ട്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഐറ്റം ആണ്. ഓക്കെ, സോ ഒന്നുമില്ല, ഈ ഇക്വേഷൻ എടുത്തു. നമ്മൾ എന്താ ചെയ്തത്, ഈ ഇക്വേഷൻ എടുത്തു. ഏത് ഇക്വേഷൻ, സെന്റർ ഓഫ് മാസ് കാണാനുള്ള ഇക്വേഷൻ എടുത്തു. ഓക്കെ, എന്നിട്ട് അതിനെന്ത് ചെയ്തു, നമ്മളെ എമ്മിനെ അങ്ങോട്ട് കൊണ്ടുപോയി, രണ്ട് ഭാഗത്തും ഡി ബൈ ഡി ടി എടുത്തു, എമ്മിനെ പുറത്തെടുത്തു. പിന്നെ ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞ വെലോസിറ്റി ആണ്, ഡി ആർ വൺ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വി വൺ ആവും. അങ്ങനെ ഡി ആർ ടു ബൈ ഡി ടിക്ക് വി ടു കൊടുത്തു പോയി, ലാസ്റ്റ് ഇത് കിട്ടി. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത്, ഇപ്പൊ നമുക്ക് കിട്ടിയത് മൊമെന്റ് ആണ് അല്ലെ. ഇനി അടുത്തത് ഫോഴ്സ് ഓൺ സെന്റർ ഓഫ് മാസ്. സി എം എന്നാണ് സെന്റർ ഓഫ് മാസ് നമ്മൾ വിളിക്കുന്ന ഷോർട്ട് ഫോം. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഫോഴ്സ് ഓൺ സെന്റർ ഓഫ് മാസ്. ഫോഴ്സ് ഓൺ സെന്റർ ഓഫ് മാസിനും നമുക്ക് ആദ്യം നേരത്തെ നമ്മൾ പഠിച്ചറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്, സാധാ പൊസിഷൻ വെക്ടർ കാണാൻ ഇക്വേഷൻ, വെക്ടർ ആർ ഈസ് ഈക്വൽ ടു എം വൺ ആർ വൺ പ്ലസ് എന്താ പറയാ എം ടു ആർ ടു പ്ലസ് എക്സെട്ര പ്ലസ് എം എൻ ആർ എൻ അല്ലെ, ഓൾ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആണ്. ഇത് ഇക്വേഷൻ വെച്ചിട്ടാണ് നേരത്തെ നമ്മൾ തുടങ്ങിയത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ ക്യാപിറ്റൽ എമ്മിനെ ഞാൻ എന്ത് ചെയ്തു, ഈ ആറിന്റെ അങ്ങോട്ട് എടുത്തു. ഇവിടെ വേണമെങ്കിൽ ഒരു വെക്ടർ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സോ ക്യാപിറ്റൽ എം ഇൻറ്റു വെക്ടർ ആർ ഈസ് ഈക്വൽ ടു എം വൺ ആർ വൺ പ്ലസ് എം ടു ആർ ടു പ്ലസ് എക്സെട്ര പ്ലസ് എന്താ പറയാ എം എൻ ആർ എൻ. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നേരത്തെ നമ്മൾ രണ്ട് ഭാഗത്തും ഡി ബൈ ഡി ടി ആണ് എടുത്തത്. ഓക്കെ, നേരത്തെ നമ്മൾ രണ്ട് ഭാഗത്തും എന്താ എടുത്തത്, ഇവിടെ ഞാൻ ഡി ബൈ ഡി ടി ആണ് എടുത്തത്. ഓക്കെ, ടേക്ക് ഡി ബൈ ഡി ടി ഓൺ ബോത്ത് സൈഡ്സ് ആയിരുന്നു. ഓക്കെ, ഇനി ഞാൻ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ടേക്ക് ഇത് രണ്ട് പ്രാവശ്യം ഡിഫറൻസിയേഷൻ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ടേക്ക് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് ഭാഗത്തും ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം. സോ അടുത്ത സ്റ്റെപ്പ് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ അല്ല, ഡി സ്ക്വയർ ബൈ എന്താ പറയാ, ഓക്കെ ബോത്ത് സൈഡ്സ്. ഇപ്പൊ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ അല്ല, ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയറിനാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നേരത്തെ ഡി ബൈ ഡി ടിനെ കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, സോ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയറിന് രണ്ട് ഭാഗത്തും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും, രണ്ട് ഭാഗത്തും. സോ നമുക്ക് ഇങ്ങനെ കിട്ടും, ഡി സ്ക്വയർ ബൈ എന്താ പറയാ ഡി ടി സ്ക്വയർ. ഓക്കെ, ഇൻറ്റു ക്യാപിറ്റൽ എം ഇൻറ്റു വെക്ടർ ആർ ഈസ് ഈക്വൽ ടു ഇവിടെയും. ഓക്കെ, ഡി സ്ക്വയർ ബൈ എന്താ പറയാ ഡി ടി സ്ക്വയർ ഇൻറ്റു എം വൺ ആർ വൺ പ്ലസ് എം ടു ആർ ടു പ്ലസ് എക്സെട്ര പ്ലസ് എന്താ പറയാ എം എൻ ആർ എൻ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്, ഇവിടുന്ന് ഞാൻ എമ്മിനെ പുറത്തെടുത്തു. ഓക്കെ, എമ്മിനെ പുറത്തെടുക്കാം. ഇവിടെ എല്ലാ ടേംസിനെ കൊണ്ടും ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, എല്ലാവരും കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. സോ എന്ത് കിട്ടും, ഇവിടെ ഞാൻ ആദ്യം എൽ എച്ച് എസിൽ ഈ ക്യാപിറ്റൽ എമ്മിനെ പുറത്തെടുത്തു. നമുക്ക് ക്യാപിറ്റൽ എം ഇൻറ്റു ഡി സ്ക്വയർ ബൈ എന്താ പറയാ ഡി ടി സ്ക്വയർ ഇൻറ്റു ആർ. ഓക്കെ, ബ്രാക്കറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ആണെങ്കിൽ വെക്ടർ എടുത്തു, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എമ്മിനെ പുറത്തെടുക്കുമ്പോൾ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ അല്ല, അല്ലെങ്കിൽ ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ.
ഇവിടെ എല്ലാവർക്കും മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഡി സ്ക്വയർ ബൈ എന്താ പറയാ ഡി ടി സ്ക്വയർ ഇൻറ്റു m1r1 പ്ലസ് ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു m2r2 പ്ലസ് എക്സെട്ര അങ്ങനെയാണ് പൊക്കോണ്ട് അവസാനത്തെ ടേം പ്ലസ് ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു mnrn. ഓക്കെ, സോ ഇത്രക്കും ആൾക്കാരെ പിടിച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇത് അതേപോലെ എടുത്ത് എഴുതിക്കോ m ഇൻറ്റു ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു ഇവിടെ m1നെ പുറത്തെടുക്കുക. ഓക്കെ, കാരണം മാസുകളൊക്കെ കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടും ബാക്കി m സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ r1 ബൈ എന്താ പറയാ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഇവിടെ നേരെ പുറത്തെടുക്കുക m2നെ പുറത്തെടുക്കുക പ്ലസ് m2 ഇൻറ്റു ഡി സ്ക്വയർ r2 ബൈ ഡി ടി സ്ക്വയർ അങ്ങനെ എക്സെട്ര പോയി ഇവിടെ mn പുറത്തെടുത്തു. സോ mn ഇൻറ്റു ഡി സ്ക്വയർ rn ബൈ ഡി ടി സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയ തന്ത്രപ്രധാനമായ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പൊസിഷൻ. ഓക്കെ, ഇവിടെ ആർ എന്ന് പറഞ്ഞാലും എക്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഡി സ്ക്വയർ ആർ വൺ ആണെങ്കിൽ അതിന് എ വൺ എന്ന് എടുത്താൽ മതി. ഡി സ്ക്വയർ ആർ ടു ബൈ ഡി ടി സ്ക്വയർ ആണെങ്കിൽ എ ടു എന്ന് എടുത്താൽ മതി. ഡി സ്ക്വയർ ആർ എൻ ബൈ ഡി ടി സ്ക്വയർ ആണെങ്കിൽ എ എൻ എന്ന് എടുത്താൽ മതി. ഓക്കെ, സോ ഇവിടെ എന്ത് കിട്ടി ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആണ്, ആക്സിലറേഷൻ എ ആണ്. സോ എം ഇൻറ്റു ആക്സിലറേഷൻ എ എന്ന് പറഞ്ഞാൽ ഇത് സെന്റർ ഓഫ് മാസ് ആയതുകൊണ്ട് എ സി എം എന്ന് കിട്ടും ഈസ് ഈക്വൽ ടു m1 ഇൻറ്റു ഡി സ്ക്വയർ ആർ വൺ ബൈ ഡി ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ വൺ ആണ്. ഓക്കെ, എ വൺ പ്ലസ് ഇവിടെ m2 ഇൻറ്റു ഡി സ്ക്വയർ ആർ ടു ബൈ ഡി ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ടു ആവും പ്ലസ് എക്സെട്ര mn a n. ഓക്കെ, mn a n വരെയുള്ള കാരണം മനസ്സിലായില്ലേ? കാരണം എന്താ mn ഇവിടെ ഡി സ്ക്വയർ ആർ എൻ ബൈ ഡി ടി സ്ക്വയർ ആണ്. സോ അതുകൊണ്ടാണ് mn a n എന്ന് വന്നത്. സോ പരിപാടി കഴിഞ്ഞു. നമുക്ക് ഫോഴ്സ് ആണ് കിട്ടേണ്ടത് അല്ലേ? ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണോ എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ്. എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ്. ഇത് കണ്ടില്ലേ എം എ എഫ് ഈസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. സോ ഫോഴ്സ് ആണ് ഇവിടെ സി എം ഉള്ളതുകൊണ്ട് ഞാൻ സി എം കിട്ടും. ഫോഴ്സ് ഓൺ സെന്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞാൽ എഫ് ആണ്. എം വൺ എന്ന് പറഞ്ഞാൽ എഫ് വൺ ആണ്. സോ എഫ് വൺ പ്ലസ് m2 a2 എന്ന് പറഞ്ഞാൽ നമുക്ക് f2 എന്ന് കൊടുക്കാം എക്സെട്ര mn a നെ fn എന്ന് കൊടുക്കാം. സോ ഫോഴ്സ് ഓൺ സെന്റർ ഓഫ് മാസ് കാണാനുള്ള ഇക്വേഷൻ fcm ഈസ് ഈക്വൽ ടു f1 പ്ലസ് f2 പ്ലസ് എക്സെട്ര fn. ഓക്കെ, മൊമെന്റം എന്നാണെങ്കിൽ pcm ഈസ് ഈക്വൽ ടു p1 പ്ലസ് p2 പ്ലസ് p3 എക്സെട്ര pn. രണ്ടും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ സീനൊന്നുമില്ല, സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, സോ അതോടുകൂടെ എന്താ പറയാ ഇതും കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. ഇത് രണ്ടും ചോദിക്കാണ്ടിരിക്കാം, അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. സാധാരണ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളൂ. ചോദിക്കുന്നുള്ള കാര്യത്തിൽ വലിയൊരു ഉറപ്പില്ല. ഓക്കെ, ഈ ചാപ്റ്റർ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെ ഒരു ഓളത്തിൽ പോവാം. ഓക്കെ, ദെൻ പ്രൊസിഷൻ. ഓക്കെ, ഇനി നമുക്ക് പ്രൊസിഷൻ ആണ് പഠിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ പ്രൊസിഷൻ പഠിക്കാം. അതിന്റെ മുമ്പ് ഒരു ചെറിയ നോട്ട് ഒന്ന് ഇവിടെ എഴുതണം. എന്താ വെച്ചാൽ ഓക്കെ, നിങ്ങൾ നേരത്തെ എഴുതിയില്ലേ എന്താ പറയാ ഓക്കെ, നേരത്തെ നമ്മൾ എഴുതിയ ഈ സാധനം ഉണ്ടല്ലോ ഈ ഇക്വേഷൻ, അതിന്റെ താഴെ ഒരു സംഭവം കൂടെ എഴുതണം. ഈ സംഭവങ്ങളൊക്കെ ടോട്ടൽ ഇന്റേണൽ ഫോഴ്സ് ആട്ടോ. ഒരു റിജിഡ് ബോഡിന്റെ ഉള്ളിൽ നടക്കുന്ന ഫോഴ്സുകളാണ് ഇതൊക്കെ. അതിനാണ് ഈ ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഫോഴ്സ് അല്ല. വേർ the total internal force of the system becomes zero d2 equal and opposite direction ഓക്കെ, അത് എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല. ഒരു റിജിഡ് ബോഡിന്റെ ഉള്ളിലുള്ള ഫോഴ്സ് ഇന്റേണൽ ഫോഴ്സ് ടോട്ടൽ ഇന്റേണൽ ഫോഴ്സ് എത്രയെന്ന് ചോദിച്ചാൽ 0 ആയിരിക്കും. ഓക്കെ, റിജിഡ് ബോഡിന്റെ ഉള്ളിലെ ടോട്ടൽ ഇന്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം. ഓക്കെ, സോ റിജിഡ് ബോഡി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ റിജിഡ് ബോഡി ഞാൻ കാണിച്ചു തരാം. പുറത്തുനിന്ന് ഒരു ഫോഴ്സും കൊടുക്കുന്നില്ല. ഇവരെ ഉള്ളിൽ തന്നെ പല കാരണങ്ങൾ കൊണ്ട്, കെമിക്കൽ റിയാക്ഷൻ കൊണ്ടും വേറെയുള്ള ഫോഴ്സുകളും പ്രശ്നങ്ങളും കാരണം, കോസസ് കാരണം ഇവിടെ കുറെ ഫോഴ്സസ് ഉണ്ടാവും. അതിന്റെ ഉള്ളിലത്തെ ഫോഴ്സിന് ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇന്റേണൽ ഫോഴ്സ്.
അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ ഫോഴ്സ് ഉണ്ടാവും. സോ ഇവിടെ എത്ര ഓരോ പാർട്ടിക്കിളാണ് ഫോഴ്സ് കൊടുക്കുക. ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും. റിജിഡ് ബോഡിയിൽ കുറെ പാർട്ടിക്കിൾ ഉണ്ടല്ലോ. സോ ആ ഫോഴ്സുകളൊക്കെ അങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ കൊടുത്തോണ്ടിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഫോഴ്സും എല്ലാ ഫോഴ്സും ഈക്വൽ ആയിരിക്കും. മാത്രമല്ല അതിന്റെയൊക്കെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിരിക്കും. സോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് അവസാനം അതിന്റെ ഇവിടുത്തെ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. പ്രത്യേകം നോക്കണം, നെറ്റ് ഫോഴ്സ് ആണ് 0, അതായത് ടോട്ടൽ ഫോഴ്സ് ആണ് 0. ഓരോന്നിനും ഓരോ പാർട്ടിക്കിളിനും ഇൻഡിവിജ്വൽ ഫോഴ്സ് ഉണ്ട്. ഇപ്പൊ ഇതിനിപ്പോ ഒരു ഫോഴ്സ് എടുത്ത് അതിന് ഇങ്ങോട്ട് ഫോഴ്സ് ഉണ്ട്. പക്ഷെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ്, ഇതിനുള്ള എല്ലാ ഫോഴ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യാം, വെറുതെ കൂട്ടാൻ പറ്റില്ല, വെക്ടർ സം ചെയ്യാൻ പറ്റുള്ളൂ. വെക്ടർ സം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആഡ് ചെയ്യാം, വെക്ടർ ഇട്ടുകൊണ്ട് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആൻസർ 0 എന്ന് കിട്ടും. കാരണം ഇതിന്റെ ഉള്ളത്തെ എല്ലാ ഫോഴ്സും, അതായത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആണ്, ഈക്വൽ ആണ്. അല്ലാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ല, വെച്ചാൽ സിമ്പിൾ ആണ്, വലിയ പണിയൊന്നും ഇല്ല. ഓക്കെ, ഇനി നമുക്ക് പൊസിഷൻ റീഡ് ചെയ്യാം. ഓക്കെ, പൊസിഷൻ. ഓക്കെ, പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പമ്പരം കേട്ടിട്ടുണ്ടല്ലോ, പമ്പരം. അല്ലെങ്കിൽ ടോ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പമ്പരം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിളിക്കാം. ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് റൊട്ടേഷൻ ആക്സിസ് ഓഫ് ടോ അറൌണ്ട് ദ വെർട്ടിക്കൽ ആക്സിസ്. അപ്പോ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും, അതാണ് എന്താ പറയാ പൊസിഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇപ്പൊ പമ്പരം കറങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കും, പിന്നെ കറങ്ങുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞിട്ട് കറങ്ങൂലേ. സോ അത് തന്നെ പമ്പരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവില്ല, കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും വലിയ ഐഡിയ ഇല്ല. സോ ഞാൻ അതിങ്ങനെ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാനത് ഇങ്ങനെ വരച്ച് കാണിച്ചു തരാം. സപ്പോസ് ഇത് നമ്മളെ ഗ്രൗണ്ട് ആണ്. ഞാൻ ഇവിടുന്ന് ഒരു ആക്സിസ് മുകൾക്ക് ഇങ്ങോട്ട് വരക്കും. ഓക്കെ, ഒരു ആക്സിസ് ഞാൻ എന്താ പറയാ ഇങ്ങനെ വരച്ചു. ഓക്കെ, വലിയ വിഷയമല്ല. ഓക്കെ, അപ്പൊ ഒരു ആക്സിസ് വരക്കുന്നുണ്ട്. പിന്നെ ഒരു പമ്പരം ഇവിടെ കടന്നിട്ട് കറങ്ങുന്നുണ്ട് കേട്ടോ. ഒരു പമ്പരം ഞാൻ എടുത്തു. ഒരു പമ്പരം ഇവിടെ കടന്നിട്ട് കറങ്ങുന്നുണ്ട്. പമ്പരം എന്നൊക്കെ മനസ്സിലാവാൻ വേണ്ടി പറയാണ് കേട്ടോ. ഒരു വേറെ വലിയ മീനിങ് ഒന്നുമില്ല പമ്പരം എന്ന് പറഞ്ഞാൽ. സോ ഇതാണ് നമ്മളെ പമ്പരം. ഓക്കെ, സോ ദിസ് ഈസ് അവർ പമ്പരം. സോ പമ്പരം ആകുമ്പോൾ താഴോട്ട് എന്തുണ്ടാവും, സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇതുണ്ടാവും. ഓക്കെ, പമ്പരത്തിന്റെ ഷേപ്പ് ഇങ്ങനെയാണല്ലോ. താഴെ ഒരു പോയിന്റിൽ ഈ സാധനം ഇങ്ങനെ എന്ത് ചെയ്യും, കണ്ട കോണാന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഈ സാധനം എന്ത് ചെയ്യും, ഇങ്ങനെ കറങ്ങാണ്. ഓക്കെ, ഈ സാധനം ഇങ്ങനെ കറങ്ങാണ്. പമ്പരം കറങ്ങുന്ന മുമ്പാണ് ഇങ്ങനെ. ഓക്കെ, ഈ പമ്പരം കറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരെ ഇങ്ങോട്ട് വരും. ഓക്കെ, അതിങ്ങനെ സാധാരണ നിങ്ങൾ പണ്ടത്തെ കുട്ടികളാണെങ്കിൽ പമ്പരം കറങ്ങുന്നത് കണ്ടിട്ടുണ്ടാവും. കറങ്ങുന്ന മുമ്പേ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ആ സാധനം ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് കറങ്ങുന്നത്. ഓക്കെ, അറിയാത്തവര് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഈ സാധനം പിന്നെ ചെരിഞ്ഞിട്ടാണ് കറങ്ങുന്നത്. ഓക്കെ, സോ ഒരു പുതിയ ആക്സിസിൽ എന്ത് ചെയ്യും, ചെരിഞ്ഞിട്ട് കറങ്ങും. ഓക്കെ, അപ്പൊ ആ ആക്സിസ് ഇങ്ങനെ വെച്ചു, എന്നിട്ട് അതിങ്ങനെ ചെരിഞ്ഞിട്ടാണ് കറങ്ങുക. ഓക്കെ, ഇതാ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് അതിങ്ങനെ ചെരിഞ്ഞിട്ട് കറങ്ങും. പമ്പരം അങ്ങനെയാണ് കറങ്ങുക. ഓക്കെ, പലർക്കും അറിയുണ്ടാവില്ല, പക്ഷെ പമ്പരം ഇങ്ങനെയാണ് കറങ്ങുക. ഓക്കെ, സോ അങ്ങനെയല്ല കറങ്ങുക, പമ്പരം ചെരിയും. ഓക്കെ, അപ്പൊ ഞാനത് ഇങ്ങനെ വരച്ച് കാണിച്ചു തരാം. സോ പമ്പരം എന്ത് ചെയ്യും, ഇങ്ങനെ ചെരിഞ്ഞിട്ട് കറങ്ങും. ഓക്കെ, അപ്പൊ ഈ സാധനം ഇങ്ങനെ നിൽക്കുകയാണ്, അപ്പൊ അതിങ്ങനെ ചെരിഞ്ഞിട്ടാണ് കറങ്ങുക. ഓക്കെ, കറക്കം നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റില്ല. സോ ഇങ്ങനെ ചെരിഞ്ഞിട്ട് കറങ്ങും. ഓക്കെ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് കറങ്ങുക പമ്പരം. ഓക്കെ, ആ പമ്പരം അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് കറങ്ങും. പമ്പരത്തിന് വെറുതെ ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കുകയാണ്. ഓക്കെ, പമ്പരം കറങ്ങുമ്പോൾ അത് കറങ്ങുന്ന അവസാനത്തിൽ, പമ്പരം കറങ്ങിയ ശേഷം ആ പമ്പരം കറങ്ങിയിട്ട് ഇങ്ങനെ വീഴാൻ പോകുന്ന മൊമെന്റിലൊക്കെ ഇങ്ങനെയാണ് വീഴുക. ഓക്കെ, വേറൊരു ആക്സിസിലാണ് കറങ്ങുക. ഓക്കെ, സോ ഇറ്റ് ഈസ് എ മൂവ്മെന്റ് ഓഫ് റൊട്ടേഷൻ ആക്സിസ് ഓഫ് ടോ അറൌണ്ട് ദ വെർട്ടിക്കൽ ആക്സിസ്. ഓക്കെ, സോ ഇതാണ് നമ്മളെ വെർട്ടിക്കൽ ആക്സിസ്. അതിനെ അറൌണ്ട് ആയിക്കാണ്ട് വേറൊരു ആക്സിസിൽ, ആ ആക്സിസിന് റെസ്പെക്ട് ആയിട്ടാണ് കറങ്ങുന്നത്. ഇത് പമ്പരം കറങ്ങുന്നതിന് മുമ്പുള്ളതാണ്. പമ്പരം കറങ്ങാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് കറങ്ങുക. സോ ഇതാണ് റൊട്ടേഷൻ ആക്സിസ്. ഓക്കെ, ഇതാണ് വെർട്ടിക്കൽ ആക്സിസ്. അപ്പൊ മൂവ്മെന്റ് ഓഫ് റൊട്ടേഷൻ ആക്സിസ് ഓഫ് ടോ അറൌണ്ട് ദ വെർട്ടിക്കൽ ആക്സിസ്. സോ റൊട്ടേഷൻ, ഒരു വെർട്ടിക്കൽ ആക്സിസിന്റെ എന്താ പറയാ ചുറ്റും റൊട്ടേഷൻ ആക്സിസിന്റെ കറക്കം. ഓക്കെ, ഇത് റൊട്ടേഷൻ ആക്സിസ്, ഇത് വെർട്ടിക്കൽ ആക്സിസ്. ഓക്കെ, സോ ഈ അപ്പൊ മനസ്സിലായില്ല, മൂവ്മെന്റ് ഓഫ് റൊട്ടേഷൻ ആക്സിസ് അറൌണ്ട് ദ വെർട്ടിക്കൽ ആക്സിസ്. റൊട്ടേഷൻ ആക്സിസ് ആണ് മൂവ് ചെയ്യുന്നത്, ഈ വെർട്ടിക്കൽ ആക്സിസിന് ഇത് റെസ്പെക്ട്. സോ ഇതിനെ പറയുന്ന പേരാണ് പൊസിഷൻ. ഓക്കെ, പൊസിഷൻ. ഓക്കെ, അത് ചിലപ്പോൾ ഒറ്റ വാക്കിന് എക്സാമിന് ചോദിക്കും. വല്ലാത്ത രീതിയിലൊന്നും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണ്ട. സോ ദാറ്റ്സ് ഓൾ. അത് കഴിഞ്ഞു. ഇനി ടോർക്ക് ആണ് പറയാനുള്ളത്. ടോർക്ക്. ഓക്കെ, അപ്പൊ അത് എന്താ നോക്കാം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ടോർക്ക്. ഇത് അടുത്ത വർഷം നല്ലോണം ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത വർഷം നമ്മൾ +2 എത്തുമ്പോൾ ഉണ്ടല്ലോ, അതില് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്. ചാർജിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. പിന്നെ മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. സോ ഇതിലൊക്കെ ഭയങ്കര ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇതിലൊക്കെ ഈ ടോർക്ക് എന്ന് പറഞ്ഞ സംഗതികൾ അങ്ങനെ വരും. ഓക്കെ, സോ അതെന്താന്ന് നമുക്കൊന്ന് നോക്കാം.
സോ ടോർക്കിന്റെ പറയുന്ന വേറൊരു പേരാണ് മൊമെന്റ് ഓഫ് ഫോഴ്സ്. ഓക്കെ, മൊമെന്റ് ഓഫ് ഫോഴ്സ്. അതായത് ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഒരു ബോഡി ഇപ്പോൾ ഈ ആക്സിസിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. ഓക്കെ, ആ ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന ഫോഴ്സ്, ഓക്കെ, അയാൾക്ക് ഉണ്ടാവുന്ന ഫോഴ്സ്, അതിനെ പറയുന്ന പേരാണ് ടോർക്ക്. ഓക്കെ, ടോർക്കിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ ടോ ആണ്. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുക, മുകൾക്ക് ഒരു സാധനം ഇടുക. അതായത് ഇങ്ങനെ ഇടുക, മുകൾക്ക് ഒരു സാധനം ഇടുക. അതിന് ടോ എന്നാ പറയാം. TAW, ടോ എന്നാ പറയാം. സോ കറങ്ങുന്ന ബോഡിക്ക് ഉണ്ടാവുന്ന ഫോഴ്സ്, ഫോർ എക്സാമ്പിൾ ഇതൊരു ആക്സിസ് ആണ്. ഈ ആക്സിസിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് ഒരു ബോഡി ഇങ്ങനെ കറങ്ങുന്നുണ്ട്. സോ ആ ബോഡിക്ക് എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ബോഡിക്ക് എന്തായാലും കറങ്ങാൻ ഒരു ഫോഴ്സ് ഉണ്ടാവും. സോ ആ ഫോഴ്സിന് പറയുന്ന പേരാണ് ടോർക്ക്. സോ കറങ്ങുന്ന ബോഡിക്ക് മാത്രമേ ഈ ഫോഴ്സ് ഉള്ളൂ. സോ അതുകൊണ്ടാണ് അതിനെ റൊട്ടേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കറങ്ങുന്ന ബോഡിക്ക് ഉണ്ടാവുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് ടോർക്ക്. ഓക്കെ, ടോർക്ക് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ മുകളിൽ വരട്ട് കൊടുത്താൽ നന്നായിരിക്കും. ഓക്കെ, ടോർക്ക് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ ആണ്. ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ ആണ്. ഇനി ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ ഇറ്റ് ഈസ് ഗിവൺ ബൈ, ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, അതെന്താ പറഞ്ഞുതരാം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സാധാ ഫോഴ്സ്. ഓക്കെ, സോ ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ് ആണ്. ഓക്കെ, സോ ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ്, അല്ലെങ്കിൽ സാധാ ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ് ആണ് ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, അത് കാണാൻ വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്, പറഞ്ഞു തരാം. സോ ടോർക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്താണ് ടോർക്ക് എന്ന് പറഞ്ഞാൽ? ഒരു ബോഡി കറങ്ങുമ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് ടോർക്ക്. കറങ്ങുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്കത് ചെറിയ ഡെറിവേഷൻ ഉണ്ട്. ഓക്കെ, കൺസിഡർ എ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ ഒറിജിൻ വിത്ത് എ ഫോഴ്സ്. ഓക്കെ, അപ്പോ ആർ ഫ്രം ദ ഒറിജിൻ വിത്ത് എ ഫോഴ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഓക്കെ, എന്തെടുക്കാം? ഒരു പോയിന്റ് എടുക്കാം. സപ്പോസ് എന്താ പറയാ, ഒരു പോയിന്റ് ഉണ്ട്. സപ്പോസ് ഇതാണ് നമ്മളെ പോയിന്റ്. ഓക്കെ, ഈ ഒരു പോയിന്റില് പി എന്നുള്ളൊരു പോയിന്റ് ആണ്. ഓക്കെ, പി എന്നുള്ളൊരു പോയിന്റ് ആണ്. ഈ പി എന്നുള്ള പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നത്. സാധാ ഫോഴ്സ് കൊടുക്കണം കേട്ടോ. ടോർക്ക് എങ്ങനെ വരും എന്ന് പറയാൻ വേണ്ടിയാണ്. സോ സാധാ ഫോഴ്സ് എങ്ങോട്ട് കൊടുത്തു? ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തു. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തു, ഫോഴ്സ് ഇങ്ങോട്ട് കൊടുത്തു. ഓക്കെ, പിന്നെ അത് കാരണം ഇവർക്ക് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആർ ആണ്. സോ ആർ അങ്ങോട്ട് വരും. സോ ആർ. ഓക്കെ, അപ്പൊ ഈ ആറ് പീക്ക് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്, ആറ്. ഓക്കെ, സോ ഇതുവരെയുള്ള ദൂരമാണ് എന്ത്? ആറ്. ഇത് ഒ എന്നുള്ളൊരു പോയിന്റ് ആണ്. ഓക്കെ, ഈ ഒ എന്നുള്ള പോയിന്റ് നിന്ന് ആറ് വരെയുള്ള ദൂരമാണ്. ഓക്കെ, അപ്പോ നമുക്കൊന്ന് ടോർക്ക് കാണാം. ഓക്കെ, ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ് ആണ്. സോ ഫോഴ്സ് ഇവിടെ കിട്ടി. എന്താണ് ഫോഴ്സ്? ഇനി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടണം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇത് ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ടാണ്, പാരലൽ ആണ്. ഇത് ഇങ്ങോട്ട് എന്താണ്? അതും പാരലൽ അല്ല, അതും പെർപെൻഡിക്കുലർ അല്ല. സോ നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ സംഭവം ഉണ്ടല്ലോ, അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് ഇവിടുന്ന് താഴോട്ട് എന്ത് ചെയ്യാണ്? അതിനെ പിടിച്ചിട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കൂല. ആ സാധനം എന്തായിട്ട് മാറും? ഫോഴ്സ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടുന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി ഇവൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്തു? അത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതായി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇത് ജോയിൻ ചെയ്തു. ഓക്കെ, ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. സോ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ തീറ്റയാണെന്ന് അസ്യൂം ചെയ്യും. ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ തീറ്റയാണ്. സോ സപ്പോസ് ഇവിടുന്ന് ഇപ്പൊ നമുക്ക് ട്രയാങ്കിൾ കിട്ടി അല്ലെ? OAP എന്ന ട്രയാങ്കിൾ കിട്ടി അല്ലെ? സോ നമുക്ക് സൈൻ തീറ്റ എങ്ങനെ കിട്ടും? ഈ AP എന്നുള്ള സൈഡ് ഉണ്ട്. സൈൻ തീറ്റ ഒന്ന് കണ്ടാലോ? സോ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ പറയുക? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ AP ആണ്. AP ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ R ആണ്. ഓക്കെ, സോ AP എന്ത് കിട്ടി? AP ഈസ് ഈക്വൽ ടു R സൈൻ തീറ്റ. അതായത് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R സൈൻ തീറ്റയാണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര? R സൈൻ തീറ്റ. സോ ടോർക്ക് ആണ് ഇക്വേഷൻ എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ്. സോ ടോർക്ക് ഈസ് ഈക്വൽ ടു എത്രയാണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ R സൈൻ തീറ്റയാണ്. സോ R സൈൻ തീറ്റ ഇൻറ്റു ഫോഴ്സ് അല്ലെ? R സൈൻ തീറ്റ ഇൻറ്റു ഫോഴ്സ്. നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ടോർക്ക് ഈസ് ഈക്വൽ ടു R ഇൻറ്റു എഫിന് ആദ്യം എഴുതി RF സൈൻ തീറ്റ എന്നായി. നമുക്കറിയാം A ക്രോസ് B ഈസ് ഈക്വൽ ടു AB സൈൻ തീറ്റ എന്നാണ് വെക്ടറിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സോ RF സൈൻ തീറ്റക്ക് നമുക്ക് എന്ത് ചെയ്യാം? ടോർക്ക് ഈസ് ഈക്വൽ ടു R ക്രോസ് F എന്ന് എഴുതാം. R എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, F എന്ന് പറഞ്ഞാൽ ഫോഴ്സ്. സോ ഇതാണ് ഇക്വേഷൻ. ടോർക്കാണ് ഇക്വേഷൻ RF സൈൻ തീറ്റ. ആദ്യം വരെ കാണാൻ ഇക്വേഷൻ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ്.
അതായത് ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ്. ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, വെറും ഡിസ്റ്റൻസ് അല്ല, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യന് പെർപെൻഡിക്കുലർ അല്ലാത്ത ഡിസ്റ്റൻസ് എന്നാൽ നിങ്ങൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം, നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ ആക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. സോ ടോർക്ക് എന്നുള്ള ഇക്വേഷൻ കിട്ടി, ആർ എഫ് സൈൻ തീറ്റ. ഓക്കെ, സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ ആണ്. ഇനി കുറച്ച് കേസുകളുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് കേസുകളുണ്ട്. സോ നമുക്ക് ആദ്യത്തെ കേസ്, അപ്പൊ ആദ്യത്തെ കേസ് വെൻ എന്താ പറയാ ആറ് പെർപെൻഡിക്കുലർ ടു എഫ്. ആറ് പെർപെൻഡിക്കുലർ ടു എഫ് ആവുമ്പോൾ തീറ്റ എത്ര ആവും? 90 ഡിഗ്രി ആവും. ഈ ആർ ക്രോസ് എഫ്, അതായത് ആർ എഫ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ തീറ്റ ഉണ്ടല്ലോ, ഈ ആറിനും എഫിനും ഇടയിലുള്ള ആംഗിൾ ആണ്. ഓക്കെ, സോ നമുക്ക് ടോർക്ക് ഒന്ന് കണ്ടോക്കാം. ടോർക്കാണ് ഇക്വേഷൻ എന്താണ്? ആർ ക്രോസ് എഫ് അല്ലെങ്കിൽ ആർ എഫ് സൈൻ തീറ്റ അല്ലെ. സോ ടോർക്ക് ഈസ് ഈക്വൽ ടു സൈൻ ആർ എഫ് സൈൻ 90. ഓക്കെ, സൈൻ 90 അറിയാത്തവർ എഴുതി വെച്ചോ, 1 ആണ്. ഓക്കെ, സോ ആറും എഫും പെർപെൻഡിക്കുലർ ആവുമ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ആർ ഇൻറ്റു എഫ് കിട്ടും. ഇവിടെ സൈൻ തീറ്റ 1 അല്ലേ. സോ ഇതാണ് മാക്സിമം ടോർക്ക്. സോ മാക്സിമം ടോർക്ക് എപ്പോഴാണ് വരിക? ആറും എഫും എന്താ പറയാ, മാക്സിമം ടോർക്ക് എപ്പോഴാണ് വരിക? ആറും എഫും പെർപെൻഡിക്കുലർ ആവുമ്പോൾ. സോ ആൻസർ എന്ത് കിട്ടും? ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ എഫ്. വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇതേപോലെ അടുത്ത സംഭവം. ലെറ്റ്സ് ചെക്ക് വാട്ട് ഇറ്റ് ഈസ്. അടുത്തത് ആറ് ഈസ് പാരലൽ. പാരലിന് ഇങ്ങനെ രണ്ട് വരയിട്ട. ആർ ഈസ് പാരലൽ ടു ഫോഴ്സ്. ഓക്കെ, ആറ് ഫോഴ്സിന് പാരലൽ ആകുമ്പോൾ അവരുടെ ഇടയിലുള്ള ആംഗിൾ തീറ്റ 0 ഡിഗ്രി ആയിരിക്കും. സോ ടോർക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ആർ എഫ് സൈൻ തീറ്റ അല്ലെ. സോ അടുത്ത സ്റ്റെപ്പിൽ ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ എഫ് സൈൻ 0. ഓക്കെ, സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കുക. ഓക്കെ, സോ ഇവിടെ എന്ത് കിട്ടി? ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ എഫ് ഇൻറ്റു 0. 0 എത്ര? സൈൻ 0 പറഞ്ഞാൽ 0 ആണ്, ഈസ് ഈക്വൽ ടു 0. സോ ഇതായിരിക്കും മിനിമം ടോർക്ക്. ഇതായിരിക്കും മിനിമം ടോർക്ക്. ഓക്കെ, അതായത് ആറും എഫും പാരലൽ ആയുള്ള മിനിമം ടോർക്ക് എത്രയായിരിക്കും? 0. ഓക്കെ, മാക്സിമം ടോർക്ക് രണ്ടും പെർപെൻഡിക്കുലർ ആയാൽ അതിന്റെ വാല്യൂ എത്ര? ആർ എഫ്. ആറ് ക്രോസ് ഒന്നും ഇല്ല കേട്ടോ, വെറും ആർ ഇൻറ്റു എഫ്. ഓക്കെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനെ ആർ ഇൻറ്റു എഫ് എന്ന് വിളിക്കരുത്. ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ഓക്കെ, ഇൻറ്റു അല്ല, ഈ ഇതിനെ നമ്മൾ ക്രോസ് എന്നാ പറയാ ഈ സാധനത്തിന്. സോ ആർ ക്രോസ് എഫ്, കാരണം ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ഇതൊക്കെ എന്താണ്? വെക്ടർ ആണ്, കിട്ടുന്നതൊക്കെ വെക്ടർ ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് ആണെങ്കിൽ നോക്കാം, പ്രത്യേകം നോക്കണം. അതിനെ ഇൻറ്റു വിളിക്കരുത്, ക്രോസ് എന്ന് വിളിക്കണം. ഓക്കെ, ഇൻറ്റു വിളിക്കേണ്ടത് എവിടെയാണ്? ഇതാ വെറും ആർ എഫ്. ആർ എഫിന് നമുക്ക് ആർ ഇൻറ്റു എഫ് എന്ന് വിളിക്കാം. ഇതാ ഇവിടെ ആർ ഇൻറ്റു എഫ് എന്ന് വിളിക്കാം. സോ ക്രോസ് ആണ്, അതാണ്. അപ്പൊ അതുകൊണ്ട് വെറുതെ ആ പണിക്ക് നിൽക്കരുത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പരിപാടിക്ക് പോകാം. അപ്പൊ നമ്മൾ ടോർക്ക് പഠിച്ചു, നമുക്ക് കപ്പിള് പഠിക്കണം. കപ്പിള്. ഓക്കെ, കപ്പിള്. ഓക്കെ, അപ്പൊ എന്താണ് കപ്പിള് നോക്കാം, എന്താണ് ടോർക്ക് എന്നും നോക്കാം. ഓക്കെ, കപ്പിള് ടോർക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ സാധനമാണ്, കപ്പിള് ടോർക്ക്. ഓക്കെ, സോ നമ്മള് ഈ പാർക്കിലൊക്കെ പോകുമ്പോഴേ ഊഞ്ഞാല് പറഞ്ഞൊരു സാധനം കണ്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ അടുത്ത സാധനം കപ്പിള്. നമ്മളെ ഈ പാർക്കിലൊക്കെ പോകില്ലേ, പാർക്കിലൊക്കെ പോകുമ്പോ സീസോ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടില്ലേ നിങ്ങള്? ഇവിടെ ഇപ്പോ എന്താ പറയാ, ഒരു സാധനം ഇതുണ്ടാവും, എന്നിട്ട് എന്ത് ചെയ്യാ, ഇവിടെ ഇങ്ങനെ രണ്ടുപേർക്ക് ഇരിക്കാം. ഒരാൾ ഇവിടെ ഇരുന്ന് ആടുമ്പോ അയാൾ താഴെ പോവും, മറ്റേ ആൾ എന്ത് ചെയ്യും? മുകളിൽ പോവും. ഓക്കെ, ഇനി സീസോ എന്നൊക്കെ ഞാൻ പറയണ കേട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ അയാൾ താഴെ വരുമ്പോ ഇയാൾ മുകളിൽ പോവും. അങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടില്ലേ പാർക്കില്? സീസോ എന്നൊക്കെ പറയാറ്, എന്താണ് ഇപ്പൊ അതിന്റെ പേര് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഓക്കെ, അത് എന്ത് ആയിക്കോട്ടെ. സോ അത് വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? സപ്പോസ് അപ്പൊ ഇതേപോലെ. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? അപ്പോ കപ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്. ഓക്കെ, ഒരു അറേഞ്ച്മെന്റ് ആണത്. ഓക്കെ, അവിടെ രണ്ട് ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സ് ഉണ്ടാവും, രണ്ട് ഫോഴ്സ് ഉണ്ടാവും, രണ്ടും എന്തായിരിക്കും? ഈക്വലും ആയിരിക്കും, ഓപ്പോസിറ്റും ആയിരിക്കും. സോ അങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റിന് നമ്മൾ പറയുന്ന പേരാണ് കപ്പിൾ. ഓക്കെ, കപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് വിത്ത് സെപ്പറേഷൻ. ടു ഈക്വൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈക്വൽ എന്ന് പറഞ്ഞാൽ രണ്ടാളെ വാല്യൂ ഈക്വൽ. അപ്പൊ രണ്ട് ഫോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് 10, ഒരു ഫോഴ്സിന്റെ 10 ആണെങ്കിൽ മറ്റേ ഫോഴ്സിന്റെയും 10 ന്യൂട്ടൺ ആയിരിക്കും. പിന്നെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് രണ്ടും വേറെ ഡയറക്ഷനിലാണ്. ഒരാളിപ്പോ ഇങ്ങോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ മറ്റേ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇവിടെ നോക്കി ഒരാൾ താഴോട്ട് പോകുമ്പോൾ മറ്റേ ആൾ മുകളിലോട്ട് പോകും. അതായത് ഡയറക്ഷൻ ഷുഡ് ബി ഓപ്പോസിറ്റ്, അതേപോലെ മാഗ്നിറ്റ്യൂഡ് ഷുഡ് ബി ഈക്വൽ. അതാണ് പറഞ്ഞതിനർത്ഥം. സോ അങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റിന് പറയുന്ന പേരാണ് കപ്പിൾ. സോ ഒന്നുകൂടെ പറയാം, രണ്ട് ഫോഴ്സ് ഉണ്ടാവണം, രണ്ട് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. മീൻസ് ഒരു ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് 10 ആണെങ്കിൽ മറ്റേ ഫോഴ്സ് 10 ആണ്. സോ രണ്ട് ഫോഴ്സ് ഈക്വൽ ആണ്. അതേപോലെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, ഒരാൾ താഴേക്ക് പോയാൽ മറ്റേ ആൾ മുകളിലേക്ക് പോകണം. സോ ഈ ഒരു അറേഞ്ച്മെന്റിന് നമ്മൾ പറയുന്ന പേരാണ് കപ്പിൾ. സോ ഇവിടെ കണ്ടില്ലേ, ഇവിടെയും ആ ഒരു ടൈപ്പ് തന്നെയാണ്. നമ്മൾ ഊഞ്ഞാലാറിന്റെ സീസോ ഒക്കെ അതേ ഒരു ടൈപ്പാണ്. അപ്പൊ ഞാൻ ആ സീസോ നമുക്ക് ഒന്നും കൂടെ വെച്ചിട്ട് ഒരു രസത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ
ഞാനത് ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്യാൻ പോട്ടോ. ഓക്കെ ഓക്കെ. സോ ഇതാണ് നമ്മുടെ സീസോ വിചാരിക്കുക, ഇതാണ് നമ്മുടെ സീസോ. ഓക്കെ, ഇതാണ് നമ്മുടെ സീസോ. അപ്പൊ സീസോനെ കുറച്ചും കൂടെ രസകരമായിട്ട് വരക്കണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സീസോ. ഓക്കെ, ഇതാണ് നമ്മുടെ സീസോ. ഇനി നമുക്ക് നോക്കാം. സപ്പോസ് രണ്ട് എൻഡ് ഉണ്ട് കേട്ടോ, ഇവിടെ രണ്ട് എൻഡ് ഉണ്ടല്ലോ. സോ ഈ എൻഡ് നമുക്ക് എന്താ പറയാ, എ എന്ന് വിളിക്കാം. അതേപോലെ ഈ എൻഡിനെ നമുക്ക് എന്ത് ചെയ്യാം, ബി എന്ന് വിളിക്കാം. ഈ എൻഡിനെ ബി എന്ന് വിളിക്കാം. രണ്ട് ഈക്വൽ ആയിട്ട് വരക്കണേ. ഞാൻ ഈക്വൽ ആയില്ല, കുറച്ച് സൈഡ് അങ്ങോട്ട് പോയി. ഓക്കെ, അപ്പൊ രണ്ട് സൈഡ്, ഒരു സൈഡ് എ, മറ്റേ സൈഡ് ബി. ഓക്കെ, as shown in the figure. ഓക്കെ, അപ്പൊ ഒരു സൈഡ് എ, മറ്റേ സൈഡ് ബി. ഈ ഒരു ട്രയാങ്കിൾ കണ്ടോ, ഈ ഒരു ട്രയാങ്കിളിന് ഒരു പേരുണ്ട്, ഫൽക്രം എന്നാണ് പേര്. ഫുക്രു എന്നല്ല, അത് ടിക്ടോക്കത്തെ മറ്റേ ചങ്ങായിയാണ്. ഫൽക്രം എന്നാണ് പേര്, ഫൽക്രം. ഓക്കെ, FU, ഇത് I അല്ല, L ആണ്. CRUM, ഫൽക്രം എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ സപ്പോസ് എന്താ പറയാ, ഒരാള് രണ്ടുപേരും ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇയാൾ നേരെ താഴോട്ട് പോയി. ഓക്കെ, ഇയാൾ നേരെ താഴോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഇയാൾക്കുള്ള ഫോഴ്സിന്റെ ഡയറക്ഷൻ നേരെ താഴോട്ടായിരിക്കും. ഓക്കെ, ഇയാൾ താഴോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും, അപ്പൊ രണ്ടുപേരും ഇവിടെ ഇരുന്നു എന്ന് വിചാരിക്കുക, അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാൾ എന്ത് ചെയ്യും, താഴോട്ട് പോകും. ഓക്കെ, അപ്പൊ ഇയാൾ എന്ത് ചെയ്യും, താഴോട്ട് പോയി. മറ്റേ ആൾ എന്ത് ചെയ്യും, മുകൾക്ക് പോകും അല്ലെ. സോ മറ്റേ ആള്, ഒരാൾ താഴോട്ട് പോകുമ്പോൾ മറ്റേ ആൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നേരെ മുകൾക്ക് ഇങ്ങനെ പോയി. ഓക്കെ, നേരെ മുകൾക്ക് പോയി. ഓക്കെ, അത് രണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് വരക്കണം കേട്ടോ. താഴോട്ട് പോയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഫോഴ്സ് താഴോട്ടാണ്. ഓക്കെ അല്ലെ, താഴോട്ട് ഇപ്പൊ ഒരാൾ ഇരുന്നപ്പോ ഇയാൾ താഴോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇങ്ങോട്ട്, F ഇങ്ങോട്ടാണ്. അതേപോലെ ഇയാൾ മുകൾക്ക് പോയി എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ F മുകൾക്കാണ്. ഓക്കെ, രണ്ട് ഫോഴ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൊമെന്റ് ഓഫ് കപ്പിൾ. ടോർക്കിന്റെ വേറെ പേരാണ് മൊമെന്റ് ഓഫ് കപ്പിൾ. ചിലപ്പോൾ എക്സാമിന് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി മൊമെന്റ് ഓഫ് കപ്പിൾ, മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്നാ പറയാം. ഓക്കെ, ചിലപ്പോൾ മൊമെന്റ് ഓഫ് കപ്പിൾ എന്നും പറയും. ഓക്കെ, മൊമെന്റ് ഓഫ് കപ്പിൾ ഇപ്പൊ ഇവിടെ പറയൂല, മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ് ടോർക്ക്. അതിനെ പറ്റി സംശയമൊന്നുമില്ല. ഇനി അത് ചിലപ്പോൾ അവർ പറയും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് മൊമെന്റ് ഓഫ് കപ്പിൾ എന്താന്ന് നോക്കാം. മൊമെന്റ് ഓഫ് കപ്പിൾ എന്ന് പറഞ്ഞാലും ടോർക്കാണ്, അറിയാത്തവരെ എഴുതി വെക്കുക. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാലും ടോർക്കാണ്. മൊമെന്റ് ഓഫ് എന്താ പറയാ, കപ്പിൾ എന്ന് പറഞ്ഞാലും ടോർക്കാണ്. ഓക്കെ, ടോർക്ക്. അപ്പോൾ നമുക്ക് ടോർക്ക് ഒന്ന് കണ്ടോക്കാം. സോ ടോർക്ക് ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ് ആണ്. അപ്പൊ ഇവിടെ ആണെങ്കിൽ അതിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്, കപ്പിൾ ലെങ്ത് ഇൻറ്റു എന്താണ്, ഫോഴ്സ് ആണ്, ഇൻറ്റു F ഫോഴ്സ് ആണ്. കപ്പിൾ ലെങ്ത് എന്ന് പറയാൻ കാരണം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തന്നെയാണ്. ഇവിടെ നമ്മൾ കപ്പിൾ ആണല്ലോ പഠിക്കുന്നത്. സോ ഇവിടെ കപ്പിൾ ലെങ്ത് എന്നാണ് പറയാം. ഓക്കെ, സോ ഇതിന്റെ മൊത്തത്തിലുള്ള ലെങ്ത് ആണ് കപ്പിൾ ലെങ്ത്. ഇതിന്റെ മൊത്തത്തിലുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് A ആണ്, ഈ പോയിന്റ് B ആണ്. സോ കപ്പിൾ ലെങ്ത് എത്ര വരിക, AB. ഓക്കെ, സോ മൊത്തത്തിലുള്ള ലെങ്ത് ടോർക്ക് ഈസ് ഈക്വൽ ടു AB ഇൻറ്റു എന്തായിരിക്കും, F ആയിരിക്കും. AB ഇൻറ്റു F ആയിരിക്കും. സോ കപ്പിൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് എൻഡിന്റെ ഇടയിലുള്ള ദൂരം. സോ ഇതാണ് മൊത്തത്തിലൊരു കപ്പിൾ. താഴേക്ക് ഏതെങ്കിലും ഒരു ഫോഴ്സിന് എടുത്താൽ മതി. സോ കപ്പിൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ AB ആണ്. ഓക്കെ, അപ്പൊ അറിയാത്തവർ എഴുതി വെക്കുക, കപ്പിൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ AB ആണ്. സോ നിങ്ങളോട് എക്സാമിന് ഒരു കപ്പിളിന്റെ എന്ത് കാണാൻ പറഞ്ഞു, ടോർക്ക് കാണാൻ പറഞ്ഞു, നിങ്ങൾ കൊടുക്കേണ്ട ഇക്വേഷൻ എന്താണ്, കപ്പിൾ ലെങ്ത് ഇൻറ്റു ഫോഴ്സ്. ഓക്കെ, അതിന് ചിലപ്പോൾ മൊമെന്റ് ഓഫ് കപ്പിൾ കാണാൻ പറയും. വാട്ട് ഈസ് മൊമെന്റ് ഓഫ് കപ്പിൾ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവരുത്, അത് ടോർക്ക് തന്നെയാണ്. ഓക്കെ, അപ്പൊ AB കോസ് F. ഓക്കെ, അതാണ് ടോർക്ക്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ വേറെ പോയിന്റ് പറഞ്ഞുതരാം. ഓക്കെ, ദ മൊമെന്റ് ഓഫ് കപ്പിൾ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പൊസിഷൻ ഓഫ് എന്താ പറയാ, ഫൽക്രം. ഇത് ചിലപ്പോൾ ബോർഡ് എക്സാമിനോ എൻട്രൻസിനോ നിങ്ങളെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചോദിക്കും. ഓക്കെ, അതായത് അപ്പോ ഇതാണ്, അപ്പൊ മൊമെന്റ് ഓഫ് കപ്പിൾ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പൊസിഷൻ ഓഫ് ഫൽക്രം. ഉദ്ദേശിച്ചത് എന്താ പറയുക, നമ്മളെ ഫൽക്രം ഇവിടെ വെച്ചു ആദ്യം, എന്നിട്ട് ഈക്വൽ ലെങ്ത് ആട്ടോ ഇവിടുന്ന് ഇങ്ങോട്ട്. ആദ്യം ഇവിടെ വെച്ചപ്പോൾ ഒരു ടോർക്ക് ഉണ്ട്. ഓക്കെ, അത് എത്രയാണെന്ന് അറിയില്ല. പിന്നെ അടുത്തത് ഇതേ സാധനത്തിന് എന്ത് ചെയ്തു, ഒരു എൻഡിൽ ഇവിടെ കൊണ്ടുപോയി വെച്ചു. അപ്പൊ എത്ര ടോർക്ക് എന്ന് ചോദിച്ചു. പിന്നെ അതേ സാധനത്തിന് എന്ത് ചെയ്തു, ഇവിടെ ഒരു എൻഡിൽ വെച്ച് ചോദിച്ചു. അപ്പൊ എത്ര ചോദിച്ചു. അതേ സാധനത്തിന് എന്ത് ചെയ്തു, ഏറ്റവും എൻഡിൽ കൊണ്ടുപോയി വെച്ചു. ഓക്കെ, അതായത് ഈ ഫൽക്രത്തിന്റെ പൊസിഷൻ ഇങ്ങനെ മാറ്റി കളിക്കുകയാണ്. അടുത്തത് ഇവിടെ എത്രയാണെന്ന് ചോദിച്ചു. സോ നിങ്ങളോട് എക്സാമിന് ചോദിക്കും, ഇതിൽ ഇങ്ങനെ 5 ചിത്രം വന്നിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ടോർക്ക് ഏതിനാണെന്ന് ചോദിക്കും. ഓക്കെ, സോ നിങ്ങൾ പറയേണ്ട ആൻസർ എന്താണ്, ഈ ഫൽക്രത്തിനെ എവിടെ കൊണ്ടുവച്ചാലും, സപ്പോസ് ഇപ്പോൾ ഇവിടുത്തെ ടോർക്ക് ടോ ആണെന്നുണ്ടെങ്കിൽ ഈ ഫൽക്രത്തിന് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയി വെച്ചാലും, ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയി വെച്ചാലും, ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയി വെച്ചാലും, ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയി വെച്ചാലും ഒക്കെ ടോർക്ക് എത്രയായിരിക്കും, ഈ തന്നത് എത്രയാണോ അത് തന്നെ ആയിരിക്കും. സോ ടോർക്ക് എന്തായിരിക്കും, ഫൽക്രം മാറ്റുന്നതനുസരിച്ചിട്ട് ടോർക്ക് ഒരിക്കലും മാറില്ല. സോ അതുകൊണ്ടാണ് പറയുന്നത് എന്ത്, ദ മൊമെന്റ് ഓഫ് കപ്പിൾ ഓക്കെ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പൊസിഷൻ ഓഫ് ദ ഫൽക്രം. ഫൽക്രത്തിന്റെ പൊസിഷൻ മാറി എന്ന് വെച്ചിട്ട് നമ്മുടെ മൊമെന്റ് ഓഫ് കപ്പിൾ അതായത് ടോർക്ക് തന്നെയാണ്, അത് മാറണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ,
സോ ദാറ്റ് ഈസ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, സോ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫൽക്രം എങ്ങനെ മാറ്റിയാലും എന്ത് മാറില്ല, ഈ ഒരു ടോർക്ക് എത്രയാണോ അതൊരിക്കലും മാറാൻ പോകുന്നില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. സോ ടോർക്ക് എന്ന് പറഞ്ഞാൽ കറങ്ങണ ബോഡിക്ക് ഉണ്ടാവുന്ന എന്ത് ഫോഴ്സ്, അതിനാണ് ടോർക്ക് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് മൊമെന്റം പഠിക്കാം. വെറും മൊമെന്റം അല്ല, ആംഗുലാർ മൊമെന്റം. ഓക്കെ, സോ എന്താണ് ആംഗുലാർ മൊമെന്റം എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ലുക്ക് വാട്ട് ഈസ് ആംഗുലാർ മൊമെന്റം. സോ എന്താണ് ആംഗുലാർ മൊമെന്റം നോക്കാം. ഓക്കെ, സോ ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന ഒരു ബോഡിക്ക് ഉണ്ടാവുന്ന മൊമെന്റം, കറങ്ങുന്ന ഒരു ബോഡിക്ക് ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് എന്ത്, ടോർക്ക്. അതേപോലെ കറങ്ങുന്ന ഒരു ബോഡിക്ക് ഉണ്ടാവുന്ന മൊമെന്റം എന്ന് പറഞ്ഞാൽ പി ആണ്, പി ഈസ് ഈക്വൽ ടു എം വി ആണ്. ഓക്കെ, അപ്പോൾ സോ കറങ്ങുന്ന ഒരു ബോഡിക്ക് ഉണ്ടാവുന്ന മൊമെന്റം, അതിന് പറയുന്ന പേരാണ് ആംഗുലാർ മൊമെന്റം. ഓക്കെ, ആംഗുലാർ മൊമെന്റത്തിന് നമ്മൾ എൽ എന്നാ ഡിനോട്ട് ചെയ്യാം. അതിന്റെ മൊമെന്റ് ഓഫ് മൊമെന്റം എന്നും പേരുണ്ട്. നേരത്തെ ടോർക്കിന് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് വിളിച്ചില്ലേ, അതേപോലെ മൊമെന്റ് ഓഫ് മൊമെന്റം എന്നാണ് പേര്. സോ നമ്മൾ ആംഗുലാർ മൊമെന്റം എന്നാ പറയാം, ഡിനോട്ടിംഗ് ലെറ്റർ ക്യാപിറ്റൽ എൽ ആണ്, ക്യാപിറ്റൽ എൽ ആണ്. ഓക്കെ, സോ എന്താണ്, ഇറ്റ് ഈസ് എ മൊമെന്റം ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി, അതായത് റൊട്ടേഷൻ മൊമെന്റം. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ്സ് യൂണിറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി അത് കാണാനുള്ള ഇക്വേഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷൻ അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം എൽ ഈസ് ഈക്വൽ ടു, കാണാനുള്ള ഇക്വേഷൻ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നേരത്തെ നമ്മൾ അതേ പറഞ്ഞ പോലെ, നേരത്തെ നമ്മൾ ടോർക്ക് ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ് അല്ലായിരുന്നു, ബട്ട് ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു മൊമെന്റം. ഓക്കെ, മൊമെന്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സാധാ പണ്ട് പഠിച്ച മൊമെന്റം. ഓക്കെ, അത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഈ മൊമെന്റം ലീനിയർ മൊമെന്റ് ആണ്. ഓക്കെ, അത് കാണാനുള്ള ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു എം വി. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ മീൻസ് ലോസ് ഓഫ് മോഷനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സോ ആംഗുലാർ മൊമെന്റം എൽ ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു പി. അതേപോലെ ടോർക്ക് ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്, അതവിടെ പഠിച്ചു. ഇനി നമ്മൾ നേരത്തെ അതേപോലെ ഒരു സംഭവം എടുത്ത് വരയ്ക്കുകയാണ്. ഇതിന് നമുക്ക് വേറെ ഇക്വേഷൻ കിട്ടണമല്ലോ. സോ നമുക്ക് വേറെ അതേപോലെ ഇരുന്ന് വരക്കണം. സോ നേരത്തെ പറഞ്ഞ അതേപോലെ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു പി എന്നുള്ള പറഞ്ഞ പോയിന്റ് ഉണ്ട് ഇവിടെ. സോ ഇവിടെ ഒരു പി അല്ലെങ്കിൽ ഏത് പോയിന്റ് ആയിക്കോട്ടെ, സപ്പോസ് ഇവിടെ ഒരു ബി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. സോ ഈ ബിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന മൊമെന്റം ഇങ്ങോട്ടാണ്, പി ഈസ് ഈക്വൽ ടു എം വി ആണ്. അതേപോലെ ഇത് ഇവിടുന്ന് താഴേക്കുള്ള ഒറിജിൻ വരെയുള്ള ദൂരം എത്ര, ഇവിടുന്നോട്ട് ഇതുവരെയുള്ള ദൂരം, ഇത് ഓ എന്നുള്ള പോയിന്റ് ആണ്. ഇവിടുന്നോട്ട് ഇതിലുള്ള ദൂരം ആറാണ്. ഓക്കെ, ആറാണ്. പിന്നെ എന്ത് ചെയ്തു, ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ, അപ്പൊ ഇതിന്റെ ലീനിയർ മൊമെന്റ് ആണ് കാണേണ്ടത്. സോ എൽ ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു പി. ഇവിടെ എന്താ പറയാ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും പെർപെൻഡിക്കുലർ അല്ല. സോ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് താഴോട്ട് ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരക്കാം. ഓക്കെ, സോ താഴോട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരച്ചു. ഓക്കെ, അപ്പോ എന്നിട്ട് എന്ത് ചെയ്തു, ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇവിടുന്ന് ഈ ഡിസ്റ്റൻസ് വേണമെങ്കിൽ ഞാൻ എ ബി എന്ന് കൊടുക്കട്ടെ. ഇവിടെ തീറ്റ ആണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് ആർ സൈൻ തീറ്റ ആണെന്ന് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിരുന്നു, നമ്മൾ കഴിഞ്ഞ ഡെറിവേഷനിൽ കണ്ടുപിടിച്ചിരുന്നു. ഓക്കെ, പക്ഷെ നേരത്തെ ഇവിടെ എന്തായിരുന്നു, ഇവിടെ എഫ് ആയിരുന്നെങ്കിൽ ഇവിടെ പി ആണ്, വേറെ ഡിഫറൻസും ഇല്ല. ഓക്കെ, അപ്പൊ ഇനി എൽ കാണാനുള്ള ഇക്വേഷൻ, പുതിയ ഇക്വേഷൻ വരികയാണ്. എൽ ഈസ് ഈക്വൽ ടു ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റ ആണ് അല്ലെ. സോ ആർ സൈൻ തീറ്റ ഇൻറ്റു പി. ഓക്കെ, അതൊരു രസമില്ലല്ലോ. സോ എൽ ഈസ് ഈക്വൽ ടു ആറിന് ഞാൻ ആദ്യം എഴുതി, പിനെ പിന്നെ എഴുതി, ആർ പി സൈൻ തീറ്റ. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അല്ലെങ്കിൽ എൽ കാണാനുള്ള ഇക്വേഷൻ എ ബി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി ആണ്. സോ ആർ ക്രോസ് പി. ഓക്കെ, ആർ ക്രോസ് പി. സോ ദിസ് ഈസ് ഇക്വേഷൻ ടു ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ല, ആംഗുലാർ മൊമെന്റം. എൽ ഈസ് ഈക്വൽ ടു ആർ പി സൈൻ തീറ്റ അല്ലെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി. ഓക്കെ, നേരത്തെ നമ്മൾ ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താ പഠിച്ചത്, ആർ ക്രോസ് എഫ് ആണ്. ഓക്കെ, ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ ആർ ക്രോസ് എഫ്, അതായത് ആർ എഫ് സൈൻ തീറ്റ. ഇവിടെയോ എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി, അതായത് ആർ പി സൈൻ തീറ്റ. അപ്പൊ കറങ്ങുന്ന ബോഡിന്റെ ഉണ്ടാവുന്ന മൊമെന്റ് ആണ് ആംഗുലാർ മൊമെന്റം. സോ അത് കാണാൻ ഇങ്ങനെയാണ്. സോ ആർ പി സൈൻ തീറ്റ, പി എന്ന് പറഞ്ഞാൽ എം ബി ആണ്. അത് വേണമെങ്കിൽ കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, വലിയ നിർബന്ധമൊന്നും ഇല്ല. ഓക്കെ, ഇനി ഞാൻ വളരെ പെട്ടെന്നൊരു കാര്യം ഓടിച്ചു പോവാണ്. സപ്പോസ് എന്താ പറയാ, എൽ കാണാനുള്ള ഇക്വേഷൻ കിട്ടി, ആർ പി സൈൻ തീറ്റ. ഇഫ് എന്താ പറയാ, ആർ പെർപെൻഡിക്കുലർ ടു പി ആണ്. ആർ പെർപെൻഡിക്കുലർ ടു പി ആകുമ്പോൾ തീറ്റ എത്ര കിട്ടും, 90 ഡിഗ്രി കിട്ടും. സോ എൽ എങ്ങനെ കാണും, എൽ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇക്വേഷൻ ആർ പി സൈൻ തീറ്റ ആണ് അല്ലെ. ഈസ് ഈക്വൽ ടു സൈൻ 90 എന്ന് പറഞ്ഞാൽ ആർ പി സൈൻ 90, സൈൻ 90 1 ആണ്. സോ എൽ ഈസ് ഈക്വൽ ടു ആർ പി. ഓക്കെ, സോ എൽ ഈസ് ഈക്വൽ ടു ആർ പി. ഇതാണ് മാക്സിമം വാല്യൂ, മാക്സിമം ആംഗുലാർ മൊമെന്റം. ഓക്കെ, മാക്സിമം ആംഗുലാർ മൊമെന്റത്തിന്റെ വാല്യൂ രണ്ടും പെർപെൻഡിക്കുലർ ആകുമ്പോൾ നേരത്തെ ടോർക്ക് പറഞ്ഞ അതേപോലെ തന്നെ. ഓക്കെ, ഇനി അതേപോലെ ഇഫ് എന്താ പറയാ, ആർ പാരലൽ ടു പി. ആർ പാരലൽ ആകുമ്പോൾ രണ്ടിന്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ 0 ഡിഗ്രി ആവും. സോ എല്ല് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ആർ പി സൈൻ തീറ്റ
അതായത് L is equal to RP sin 0. sin 0 എന്ന് പറഞ്ഞാൽ എത്ര 0 ആണ്. സോ L is equal to 0. സോ ഇതാണ് മിനിമം എന്താ പറയാ എല്ലിന്റെ വാല്യൂ. ഓക്കെ, അതായത് ആംഗുലർ മൊമെന്റത്തിന്റെ ഏറ്റവും മിനിമം വാല്യൂ എത്രയായിരിക്കും? L is equal to 0. തീറ്റ 0 ആകുമ്പോഴായിരിക്കും എന്ത് രണ്ടും പാരലൽ ആയിരിക്കും. തീറ്റ 0 ആകുമ്പോൾ ആയിരിക്കും ഏറ്റവും മിനിമം എന്താ പറയാ ആംഗുലർ മൊമെന്റം വരിക. നേരത്തെ ടോർക്കിൽ പഠിച്ച അതേ സംഭവം, വേറെ ഒരു പ്രശ്നമില്ല. സോ അത് കഴിഞ്ഞു. ഇനി ഈ ആംഗുലർ മൊമെന്റത്തിന്റെ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ വീട്ടിൽ പോയിട്ട് കാണാം. അതൊക്കെ കാണാൻ പഠിപ്പിച്ചു തന്നിരുന്നു, ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ അതോടുകൂടെ അതും കഴിഞ്ഞു. ഇനി അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ഇതിങ്ങനെ കുറെ ഉണ്ട്, കടൽ പോലെ കിടക്കുന്ന ചാപ്റ്റർ ആണ്. അങ്ങനെ ഇങ്ങനെയൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. തീർക്കും നമ്മൾ. ഓക്കെ, നെക്സ്റ്റ്. കുറച്ച് ഇൻട്രസ്റ്റ് കുറവായിരിക്കും ഇങ്ങനത്തെ ഒരു ചാപ്റ്ററിന്, പക്ഷെ എന്ത് ചെയ്യാം, പഠിച്ചേ പറ്റുള്ളൂ. ഇത് 2 മാർക്കിന്റെ ഡെറിവേഷൻ ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, so let's look what it is. So relationship between torque and angular momentum. Torque എന്താണ്? tau ആണ്. angular momentum എന്താണ്? L ആണ്. so tau and L. ഓക്കെ, ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ, സോ ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് കാണാനുള്ളത്. സോ നമുക്കറിയാം എന്ത് ആംഗുലർ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? R ക്രോസ് പി അല്ലെങ്കിൽ RP sin θ ആണ്. സോ ഞാൻ ഇപ്പൊ ജസ്റ്റ് വിചാരിക്കുകയാണ് സൈൻ തീറ്റ എന്താണ്, രണ്ടും പെർപെൻഡിക്കുലർ ആകുമ്പോൾ മാക്സിമം വാല്യൂ ആണ്. സോ സൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ L is equal to RP. അതാണ്. പിന്നെ നമുക്കറിയാം മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ P is equal to mv ആണ് നമുക്കറിയാം. ഓക്കെ, ഞാൻ ഈ Pന്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു? ഇത് കൊടുത്തു. നമുക്ക് എന്ത് കിട്ടും? ഈ L is equal to എന്ത് കിട്ടും? R into mv എന്ന് കിട്ടും. L is equal to R into mv എന്ന് കിട്ടും. ഓക്കെ, R is equal to mv എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ രണ്ട് ഭാഗത്തും d by dt എടുത്തു. ടേക്ക് d by dt. ഓക്കെ, ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിൽ നമ്മൾ എന്ത് എടുത്തു? d by dt എടുത്തു. നമുക്ക് എന്ത് കിട്ടും? ഈ ഭാഗത്ത് d by dt നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഈ ഭാഗത്ത് d by dt നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഈ ഭാഗത്ത് d by dt നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ d by dt into L, അതായത് dl by dt. ഓക്കെ, ഈസ് ഈക്വൽ ടു ഈ ഭാഗത്ത് മൾട്ടിപ്ലൈ ചെയ്യാം d by dt. ഓക്കെ, d by dt into എന്ത് കിട്ടും? into R mv. ഓക്കെ, R mv. ഓക്കെ, ഇവിടെ ഈ ആറിന് എം ഞാൻ പുറത്ത് കൊടുത്തു, വീനെ എടുക്കാൻ പറ്റില്ല കാരണം ആ വി കോൺസ്റ്റന്റ് അല്ല. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്ത് കിട്ടി? dl by dt is equal to എന്ത് കിട്ടി? ആറിന് എമ്മിനെയും കോൺസ്റ്റന്റ് ആയി പുറത്ത് കൊടുത്തു. സോ R m into എന്ത് കിട്ടി? d by dt into v, അതായത് dv by dt. dv by dt. മക്കളെ dv by dt എന്താണ്? നമുക്കറിയാം dv by dt എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. 1D മോഷൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എല്ലാം കണക്റ്റഡ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? dl by dt is equal to Rm into dv by t ക്ക് a കൊടുത്തു. ഓക്കെ മക്കളെ, f is equal to ma അല്ലേ? f is equal to ma അല്ലേ? സോ ma ക്ക് പകരം ഞാൻ f കൊടുത്തു. ഓക്കെ, സോ dl by dt is equal to Rf എന്ന് കിട്ടി. മക്കളെ എന്താണ് RF? ടോർക്കിന്റെ ഇക്വേഷൻ ആണ് RF sin θ എന്നാണ്. നമ്മള് ഇവിടെ തുടങ്ങിയപ്പോഴും ഈ സൈനിനെ നമ്മൾ എടുത്തിട്ടില്ല, RP sin θ എടുത്തിട്ടില്ല. സോ RFനെ sin θ ഒഴിവാക്കി, കാരണം രണ്ടും പെർപെൻഡിക്കുലർ ആണെന്ന് വിചാരിച്ചിട്ട് തുടങ്ങുന്നത്. സോ ടോർക്ക് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? RF കിട്ടും. സോ dl by dt is equal to ടോർക്ക് എന്ന് കിട്ടി. സോ ദിസ് ഈസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. സോ RF എന്ന് പറഞ്ഞാൽ ടോർക്ക് ആണ്. സോ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു dl by dt. അതായത് ആംഗുലാർ മൊമെന്റം എല്ലിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ടോ. ഓക്കെ, dl എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടോർക്ക് ബൈ ചേഞ്ച് ഇൻ ടൈം. സോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം, ടോർക്ക് ഈസ് ഈക്വൽ ടു dl by dt. അതായത് നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം, dl by dt അതായത് dv by dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അപ്പൊ dl by dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം. ദാറ്റ് ഈസ് എഴുതിക്കോ, ദാറ്റ് ഈസ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷൻ. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് എന്താ പറയാ ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം. റേറ്റ് ഓഫ് എന്താ പറയാ ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം ഈസ് ഈക്വൽ ടു ടോർക്ക്. ഈസ് എന്താ പറയാ ഈക്വൽ ടു ടോർക്ക്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ എന്ന് പറയൂലേ, അതേപോലെ തന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം ഈസ് ഈക്വൽ ടു ടോർക്ക്. So this is a very important equation. Okay, so ഇത് എഴുതിക്കോളൂ. ഇത് 2 മാർക്കിന് ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. വളരെ സിമ്പിൾ ആണ്. 2 മാർക്കിന് എക്സാമിന് ചോദിക്കുന്ന, റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞ ശേഷം താഴെയുള്ളതും ചോദിക്കും. ഓക്കെ, സോ നമുക്ക് താഴെയുള്ളത് എന്താണെന്ന് നോക്കാം. സിമ്പിൾ ആണ് മക്കളെ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്താ പറയാ
ആംഗുലാർ മൊമെന്റം. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം നമ്മൾ പണ്ട് പഠിച്ചിരുന്നു. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്താ പറയാ, ആംഗുലാർ മൊമെന്റം. ഇതും 2 മാർക്കിന് ഇടക്കിടക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് നെഗ്ലക്ട് ചെയ്ത് കളയരുത്. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ആംഗുലാർ മൊമെന്റം ഓഫ് എ സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ് ഇഫ് ദ എക്സ്റ്റേണൽ ടോർക്ക് ഈസ് ആബ്സെന്റ്. അതായത് ടോർക്ക് 0 ആണെന്നുണ്ടെങ്കിൽ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ടോർക്ക് 0 ആണെന്നുണ്ടെങ്കിൽ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ടോ ഇസ് ഈക്വൽ ടു 0, എൽ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സോ അത് പ്രൂവ് ചെയ്യാൻ ചോദിക്കും. 2 മാർക്കിനാണെങ്കിൽ നിങ്ങൾ ഇത് എഴുതി കൊടുത്താൽ മതി. സോറി, അങ്ങനെ എഴുതണ്ട, കുറച്ച് ഇതായിട്ട് കൊടുത്തോളൂ. ഒരു സിസ്റ്റത്തിൽ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലെങ്കിൽ, അത് 0 ആണെങ്കിൽ ആ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കി നോക്കാം എങ്ങനെ വരും. സോ ആംഗുലാർ മൊമെന്റും ടോർക്കും നമ്മളുടെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ടോർക്ക് ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ എന്തായിരിക്കും, ഡി ടി ആയിരിക്കും. ഈ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനി നമ്മൾ പറയാം ടോർക്ക്, ലെറ്റ് എന്താ പറയാ, ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു 0. ടോ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ടോ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്തു, ടോർക്ക് 0 കൊടുത്തു. സോ ഡി എൽ ബൈ എന്താ പറയാ, ഡി ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഓക്കെ, ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അതായത് എന്താണ്, ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 0. അതായത് ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എൽ കോൺസ്റ്റന്റ് ആയിരിക്കും. എൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് 2 എടുത്താൽ L1 ഈസ് ഈക്വൽ ടു L2 ആയിരിക്കും. L1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ബോഡിന്റെ, അതായത് ഒന്നുമില്ല, ആംഗുലാർ മൊമെന്റം 2 എടുത്താൽ 2 ഈക്വൽ ആയിരിക്കും. സോ ടോർക്ക് 0 ആയി, അപ്പൊ L കോൺസ്റ്റന്റ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബോഡി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ആംഗുലാർ മൊമെന്റം L. ഞാനിവിടെ എന്ത് ചെയ്തു, ഇവിടെ ടോർക്ക് 0 ആണെങ്കിൽ ഈ സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, നിൽക്കൂല. ഓക്കെ, ടോർക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും കൊടുത്താൽ ഈ മോഷൻ എന്തെങ്കിലും പറ്റുള്ളൂ. സോ അതായത് ടോർക്ക് 0 ആകുമ്പോൾ എല്ലിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അതായത് L1 ഈസ് ഈക്വൽ ടു L2 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ, പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ടോർക്ക് കൊടുത്താൽ സംഭവം പണി പാളും. അപ്പൊ എല്ലിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ എല്ലിന്റെ വാല്യൂ ഇപ്പോൾ ഇത് കറങ്ങുമ്പോൾ ഒരു 5 ആണെന്നുണ്ടെങ്കിൽ, ഇതിങ്ങനെ പുറത്ത് ടോർക്ക് 0 ആണെന്നുണ്ടെങ്കിൽ അത് 5 തന്നെ കാലാകാലം കറങ്ങിക്കൊണ്ടിരിക്കും. എത്ര കാലം കറങ്ങാൻ പറ്റുമോ അത്രത്തോളം കാലം കറങ്ങിക്കൊണ്ടിരിക്കും. ബട്ട് എന്തെങ്കിലും ചാൻസിൽ പുറത്തുനിന്ന് ടോർക്ക് കൊടുത്താൽ ഈ വാല്യൂ മാറും. ഓക്കെ, സോ ഇതിനാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് വിളിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് നോക്കി വെക്കുക. എന്തായാലും ചോദിക്കും, 100% ചോദിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതും ചിലപ്പോൾ ചോദിക്കും. ഇത് അപ്ലിക്കേഷൻ ലെവൽ, ഈ ചാപ്റ്ററിൽ വളരെ അപ്ലിക്കേഷൻ ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻസിന് വളരെ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ചാപ്റ്റർ. ഓക്കെ, സോ ഞാൻ അതെന്ത് ചെയ്തോളും, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊക്കെ നമ്മളെ ഫുള്ള് എപ്പോൾ ഡിസ്കസ് ചെയ്യും, എല്ലാം നമുക്ക് റിവിഷൻ ടൈമിലാണ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ റിവിഷൻ ടൈം ക്ലാസ് കഴിഞ്ഞ് വെച്ചിട്ട് ആരും നിർത്താൻ നിൽക്കരുത്. കാരണം റിവിഷൻ ടൈമിലാണ് നിങ്ങൾക്ക് A+ വരിക. അപ്പൊ ഇപ്പൊ വരില്ല എന്നല്ല, ഇപ്പൊ നമ്മളിങ്ങനെ ബ്രഷ് അപ്പ് ചെയ്യാണ്, അവിടെ നമ്മൾ പക്കാക്കും. സോ ഇത് ഇങ്ങോട്ട് എക്സാമിന് ചോദിക്കും. എർത്ത് റൊട്ടേഷൻ ആണ്, അറിയാലോ. എർത്ത് ഇങ്ങനെ സമയം ചോദിച്ചും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ എർത്തിന് ഒരു ആംഗുലാർ മൊമെന്റ് ഉണ്ട്, കറക്കാണല്ലോ, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മൊമെന്റ് ആണ് ആംഗുലാർ മൊമെന്റം. സോ എർത്തിന്റെ റൊട്ടേഷൻ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം എന്താണ്, കോൺസ്റ്റന്റ് ആണ്. കാരണം എന്താണ്, ബിക്കോസ് the centripetal force of the revolution of Earth is given by gravitational force between sun and earth through the orbit. അപ്പൊ എർത്ത് കറങ്ങുകയാണ്. ഓക്കെ, ഇവിടെ സൺ ഉണ്ട്. ഓക്കെ, അപ്പൊ സണ്ണിന് ചുറ്റും എന്താണ്, എർത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എർത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ബോഡി റൗണ്ടിൽ സർക്കുലർ മോഷനിൽ, അല്ലെങ്കിൽ സർക്കുലർ പാത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സെൻട്രിക്ക് എന്തുണ്ടാവും, ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവും, അല്ലെ, ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് സെൻട്രിക്ക് ഉണ്ടാവും. അപ്പൊ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. സോ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഇവർക്ക് കറങ്ങാനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നമുക്ക് വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, വേറെ ഒരു ടോർക്കോ ഫോഴ്സോ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആംഗുലാർ മൊമെന്റം ഓഫ് എർത്ത് ഈസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. സപ്പോസ് വിചാരിക്കുക ഇവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ FG ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ടോർക്കാണ് ഇക്വേഷൻ വരും, ടോർക്ക് ഈസ് ഈക്വൽ ടു RF sin θ ആണ്, അല്ലെ. സോ ടോർക്ക് ഈസ് ഈക്വൽ ടു, സോ ഇവിടുന്നോട്ട് വരെയുള്ള ദൂരം R ആണ്, സോ R ഇൻറ്റു എഫിന് FG എന്ന് കൊടുക്കാം. സോ FG sin θ. മക്കളെ ഇവർ തമ്മിൽ രണ്ടും സെയിം ഡയറക്ഷൻ അല്ലേ, ആറും എഫും ഒരേ ഡയറക്ഷനിലാണ്. സോ θ 0 ഡിഗ്രി അല്ലേ, സോ θ 0 ഡിഗ്രി ആണ്. സോ sin 0 അത്ര 0 ആണ്. സോ RFG sin 0 0 ആണ്. സോ ടോർക്ക് ഈസ് ഈക്വൽ ടു 0 കിട്ടി. ടോർക്ക് 0 ആണെങ്കിൽ ആര് കോൺസ്റ്റന്റ് ആയിരിക്കും, L കോൺസ്റ്റന്റ് ആണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓക്കെ,
ടോർക്ക് 0 ആണെങ്കിൽ ആര് കോൺസ്റ്റന്റ് ആയിരിക്കും? എല് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോ ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത് നിങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, കാരണം പലപ്പോഴും എക്സാമിന് ചോദിക്ക് 6 ഉണ്ട്. ഓക്കെ, സോ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം ഇൻ എൻ എൻ പാർട്ടിക്കിൾ സിസ്റ്റം. ഓക്കെ, കുറെ പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു എൻ പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ ടോർക്കും ഇതും എന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു എൻ പാർട്ടിക്കിൾ സിസ്റ്റം. സോ അത് വലിയ ചിലപ്പോഴേ ചോദിക്കുള്ളൂ, എന്നാലും ഞാൻ പറയണല്ലോ. സോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം ഇൻ എൻ പാർട്ടിക്കിൾ സിസ്റ്റം. അപ്പോൾ കൺസിഡർ എൻ പാർട്ടിക്കിൾ സിസ്റ്റം. എൻ പാർട്ടിക്കിൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കുറെ പാർട്ടിക്കിൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിൾ സിസ്റ്റം പൊസിഷൻ വെക്ടേഴ്സ്. അപ്പോൾ ഓരോന്നിന്റെയും ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പൊസിഷൻ വെക്ടേഴ്സ് R1 R2 R3 എക്സെട്ര Rn ആണ്. മൊമെന്റം P1 പ്ലസ് P2 എക്സെട്ര Pn ആണ്. നമുക്കറിയാം സെന്റർ ഓഫ് മാസ് ഓഫ് മൊമെന്റം PCM ഈസ് ഈക്വൽ ടു എന്താണ്? P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് എക്സെട്ര 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 Pn ആണ്. നമ്മളിന്ന് രാവിലെ പോവുകയും അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ LCM ഈസ് ഈക്വൽ ടു അതിനെ നമുക്ക് L1 പ്ലസ് L2 പ്ലസ് L3 പ്ലസ് എക്സെട്ര 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 Ln എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ L1 പ്ലസ് L2 പ്ലസ് L3 എക്സെട്ര Ln നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോ ഇങ്ങനെ നമുക്ക് എഴുതാം. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇത് L1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ബോഡിന്റെ ആംഗുലർ മൊമെന്റം, L2 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ബോഡിന്റെ ആംഗുലർ മൊമെന്റം, അങ്ങനെ 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 നിങ്ങൾക്ക് എത്രയും എഴുതാം. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് സംശയം അല്ലെങ്കിൽ വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ എഴുതാം. അങ്ങനെ എങ്ങനെ എഴുതുമെന്ന് വെച്ചാൽ സംശയം ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെ എഴുതുമെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഞാൻ എന്ത് ചെയ്തു? രണ്ട് ഭാഗത്തും ഞാനിവിടെ ഒരു ക്യാപിറ്റൽ R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ക്യാപിറ്റൽ R ഇൻറ്റു എന്താ പറയാ PCM ഇസ് ഈക്വൽ ടു, ഞാൻ ഇവിടെ സ്മോൾ R1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. R1 ഇൻറ്റു P1 പ്ലസ് ഇവിടെയോ R2 ഇൻറ്റു P2, അങ്ങനെ പോയി പ്ലസ് എന്താ പറയാ Rn ഇൻറ്റു Pn എന്ന് മൾട്ടിപ്ലൈ ചെയ്തു. Rn ഇൻറ്റു Pn, Rn ക്രോസ് Pn രണ്ടും വായിക്കാം. ഓക്കെ, ഇവിടെ ഒന്നും വലിയ പ്രശ്നങ്ങളില്ല. സോ R ഇൻറ്റു P എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലർ മൊമെന്റ് ആണ്. ആംഗുലർ മൊമെന്റ് പറഞ്ഞാൽ R ക്രോസ് Pn ആണല്ലോ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ R വന്നാലും അതൊന്നും വിഷയമല്ല. സോ LCM എന്ന് പറയാൻ കാരണം ഇവിടെ CM ഉണ്ട്. R ക്രോസ് P എന്ന് പറഞ്ഞാൽ L ആണ്. സോ R1 ക്രോസ് P1 എന്ന് പറഞ്ഞാൽ L1. ഓക്കെ, പ്ലസ് R2 ക്രോസ് P2 പറഞ്ഞാൽ L2 എക്സെട്ര 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 Ln. ഇങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉള്ളത്. നേരത്തെ ഇക്വേഷൻ ഞാൻ L വന്ന് അത് എങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ രണ്ട് ഭാഗത്തും d/dt എടുക്കുകയാണ്. ടേക്ക് എന്താ പറയാ d/dt ഓൺ എന്താ പറയാ ബോത്ത് സൈഡ്സ്. രണ്ട് ഭാഗത്തും d/dt എടുക്കുക. സോ നമുക്ക് എന്ത് കിട്ടും? ഈ ഭാഗത്ത് d/dt എടുത്താൽ d/dt. ഓക്കെ, d ഇൻറ്റു LCM ഹോൾ ഡിവൈഡ് ബൈ dt ഈസ് ഈക്വൽ ടു ഇവിടെയോ d/dt കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ dL1 ബൈ dt പ്ലസ് ഇവിടെ dL2 ബൈ dt, അങ്ങനെ പോയി പ്ലസ് എക്സെട്ര dLn ബൈ എന്ത് കിട്ടും? dt എന്ന്. ഓക്കെ മക്കളെ, dL/dt എന്ന് പറഞ്ഞാൽ ടോർക്കാണ്. ഇത് അവിടെ എഴുതിയിട്ടുണ്ട്. dL/dt എന്ന് പറഞ്ഞാൽ ടോർക്കാണ് അല്ലെ? സോ എന്ത് കിട്ടും? dL/dt എന്ന് പറഞ്ഞാൽ ടോർക്കാണ്. സോ dL/dt dLCM/dt എന്ന് പറഞ്ഞാൽ ടോർക്ക് ചെയ്താൽ CM എന്ന് കൊടുക്കുക. dL1/dt പറഞ്ഞാൽ ടോ 1 ആണ്, dL2/dt പറഞ്ഞാൽ ടോ 2 ആണ്, എക്സെട്ര 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 dLn/dt പറഞ്ഞാൽ ടോ n ആണ്. ഓക്കെ, സോ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഇതാണ് ഇക്വേഷൻ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആംഗുലർ മൊമെന്റം ആൻഡ് ഇത്. ഓക്കെ, ഇവിടെ പ്രത്യേക ഒരു കാര്യം നോക്കണം. ഈ ടോർക്കുകളൊക്കെ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന ടോർക്കുകളാണ്. സോ ഈ ടോർക്കുകളൊക്കെ എന്താണ്? എക്സ്റ്റേണൽ ടോർക്കാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് വരിക ആംഗുലർ മൊമെന്റം ഇതും. അതേപോലെ എൻ പാർട്ടിക്കിൾ സിസ്റ്റം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം മൊമെന്റം എടുത്തു, പിന്നെ അതിന് R ക്രോസ് ചെയ്തു, അല്ലെങ്കിൽ R ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ അതേപോലെ LCM എടുത്തു, LCM അല്ല L ഇൻറ്റു അല്ല ഒക്കെ കൂടെ എഴുതി, പിന്നെ d/dt എടുത്തു. സോ ഇങ്ങനെ കിട്ടി. ഓക്കെ, സോ ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. സോ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. സോ നെക്സ്റ്റ് പാർട്ട് ഈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് എന്താ നോക്കാം. ഇക്വിലിബ്രിയം ഓഫ് റിജിഡ് ബോഡീസ്. റിജിഡ് ബോഡി എന്താണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വിലിബ്രിയം വരണമെങ്കിലുള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ഇക്വിലിബ്രിയം ഓഫ് എന്താ പറയാ റിജിഡ് ബോഡി എന്താ നോക്കാം. ഓക്കെ, റിജിഡ് ബോഡി. ഓക്കെ, അപ്പൊ റിജിഡ് ബോഡി, അപ്പോ ഒരു റിജിഡ് ബോഡി എന്താ അറിയില്ല, ഏത് മോഷനും മാസ് ചേഞ്ച് ചെയ്യാത്ത ബോഡി. അപ്പോ റിജിഡ് ബോഡി ഇക്വിലിബ്രിയത്തിൽ എത്തണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു റിജിഡ് ബോഡി എപ്പോഴും ഇക്വിലിബ്രിയത്തിൽ എത്താന്ന് ചോദിച്ചാൽ, ഇഫ് ദ എക്സ്റ്റേണൽ ടോർക്ക് ആൻഡ് ഫോഴ്സ് ആർ 0, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും 0 ആവണം,
അതേപോലെ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ടോർക്കും 0 ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, ഒരു ബോഡി ഒരു റിജിഡ് ബോഡി ഇക്വിലിബ്രിയത്തിലാവാം. ഓക്കെ, എക്സ്റ്റേണൽ ആയിട്ട് ടോർക്ക് കൊടുക്കരുത്. അതേപോലെ ഫോഴ്സും കൊടുക്കാം. ഫോഴ്സ് കൊടുക്കുമ്പോൾ ടോർക്ക് ഉണ്ടാവുള്ളൂ, വേറെ കാര്യം. കാരണം ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. അപ്പൊ എഫ് 0 ആയ ടോർക്കും 0 ആവും. സോ ഒരു റിജിഡ് ബോഡി ഇക്വിലിബ്രിയത്തിൽ എത്തണമെങ്കിൽ എന്താണുള്ള കണ്ടീഷൻ എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണ്. ഫോഴ്സ് 0. എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ചാപ്റ്ററിന് ഇക്വിലിബ്രിയം എന്ന് കണ്ടാൽ അപ്പൊ തന്നെ എഫ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതണം. അതേപോലെ ടോർക്ക് ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പൊ ഇക്വിലിബ്രിയം സ്റ്റേറ്റുകൾ 2 ടൈപ്പ് ഉണ്ട്. എത്ര ടൈപ്പാ? ഒന്ന് റെസ്റ്റ്, അതേപോലെ രണ്ടാമത്തത് യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി മോഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ബോഡിക്ക്, നമ്മൾ വണ്ടി മോഷനിൽ പഠിച്ച അതേപോലെ തന്നെ ഒന്ന് ബോഡി റെസ്റ്റിൽ നിൽക്കുക, രണ്ടാമത് യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യാം. ഓക്കെ, അതാണ് യൂണിഫോം വെലോസിറ്റി മോഷൻ. അതൊന്നെങ്കിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് പോവാം, അല്ലെങ്കിൽ വൺ ഡയമെൻഷനായിട്ട് പോവാം, സ്ട്രേറ്റ് ലൈൻ ആയിട്ടും പോവാം. സോ ഒരു ബോഡി എപ്പോഴാണോ ഇക്വിലിബ്രിയത്തിലാവുക? ഫോഴ്സും ടോർക്കും 0 ആണ്. ടോർക്ക് 0, ഫോഴ്സ് 0. 2 ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്, ഒന്ന് റെസ്റ്റും മറ്റേത് യൂണിഫോം വെലോസിറ്റി മോഷൻ. ഇനി അടുത്ത് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്, ലിവർ. ഓക്കെ, ലിവർ പറഞ്ഞാൽ കഴിക്കുന്ന ലിവർ അല്ല കേട്ടോ, പറഞ്ഞുതരാം എന്താണ് ഇത്. കുറച്ച് എന്താണ് ഇതാണ്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് ഓർ ലിവർ. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് ഓർ ലിവർ എന്ന് പറഞ്ഞാൽ കാണിച്ചാൽ, പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് ഓർ ലിവർ എന്ന് പറഞ്ഞാൽ ഇതാണ്. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് ഓർ ലിവർ എന്ന് പറഞ്ഞാൽ അറ്റ് ഇക്വിലിബ്രിയം എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ഓൺ എ സിസ്റ്റം ഈസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലോഡ് ആം. എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായിട്ടില്ല. ഞാനൊരു പിക്ചർ കാണിച്ചാൽ. ഓക്കെ, സപ്പോസ് എന്താ പറയാ, ഒരു ചെക്കൻ. ഓക്കെ, ഒരു ചെക്കൻ ഇവിടെ കടന്നിട്ട് ഇങ്ങനെ ആടുകയാണ്. ഓക്കെ, ആദ്യം അവൻ താഴോട്ട് പോയി. അപ്പൊ ഈ 50 കിലോഗ്രാം എന്നുള്ള ഒരു ലോഡ് പുറത്ത് വെച്ചിട്ടുണ്ട്, അത് മുകൾക്ക് പോയി. ഓക്കെ, സോ ഇതിങ്ങനെ താഴോട്ട് പോകുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും ഇവന്റെ എഫേർട്ട്, ഇവൻ കൊടുക്കുന്ന ഫോഴ്സ്, അതാണ് എഫേർട്ട്. ഓക്കെ, അപ്പൊ ലോഡ് എന്ത് ചെയ്യും? ലോഡ് സാധാരണയായിട്ട് മുകൾക്ക് പൊന്തും. സോ ലോഡിന്റെ ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന്റെ ഫോഴ്സ് ആണ് ലോഡ്. നമ്മള് ഈ ഭാഗത്ത് എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് നമ്മൾ കൈ വെക്കുക എന്ത് ചെയ്യാം? എഫേർട്ട് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്. ലോഡ് എന്ന് പറഞ്ഞാൽ ആ സംഭവം, ആ ഫലക്രത്തിന് അല്ലെങ്കിൽ ആ സീസോന്റെ അപ്പുറത്ത് വെച്ചിരിക്കുന്ന സാധനം എന്താണോ അതാണ് ലോഡ്. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ആണ് എഫേർട്ട്. അതേപോലെ ആ ലോഡ് എന്ത് ചെയ്യും? ആ നമ്മൾ കൊടുത്ത ഫോഴ്സ് കാരണം അതെന്ത് ചെയ്യും? അതിന് നേരെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് തരും. അതിനാണ് ലോഡ് എന്ന് പറയാം. മനസ്സിലായില്ല? സോ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, ഇപ്പൊ ഇവിടെ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ താത്താൻ വേണ്ടി കൊടുക്കുന്ന ഫോഴ്സ് ആണ് എഫേർട്ട്. അതേപോലെ ആ ലോഡ് എന്ത് ചെയ്യും? അത് കാരണം ആ ലോഡിന് ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് എന്താ പറയാ ലോഡ് എന്ന് പറയുക, അല്ലെങ്കിൽ ആ വസ്തുവിന് ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് ലോഡ്. ഓക്കെ, അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. സോ ഇവനിപ്പോ ഇവിടെ ഇരുന്നപ്പോ ഈ സാധനം മുകൾക്ക് പോയി. സോ ഇവൻ കൊടുത്ത ഫോഴ്സ് ആണ് എഫേർട്ട്, ഈ സാധനം തന്ന ഫോഴ്സ് ആണ് ലോഡ്. പിന്നെ ഫൽക്രം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സാധനം. ഓക്കെ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് വരച്ചു നോക്കി അങ്ങനെ വരും. സപ്പോസ് ഒരു നേരത്തെ പറഞ്ഞ പോലെ വരച്ച പോലെ ഒരു സീസോ ഇവിടെ വരച്ചു. ഓക്കെ, സ്ട്രേറ്റ് ലൈൻ വരക്കണം കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഇതിന്റെ ഒത്ത സെന്ററിൽ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് ട്രയാങ്കിൾ വരക്കാം. ഓക്കെ, ഒരു ഒത്ത സെന്ററിൽ തന്നെ പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് വരക്കാം. ഓക്കെ, ഏകദേശം സെന്ററിലായി. ഓക്കെ, ഇനി ഇവിടെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും, വിചാരിക്കുക എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. സോ ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്തു? ഒരു ഫോഴ്സ് ഇവിടെ കൊടുത്തു. ഞാൻ കൈ വെച്ച് ഇവിടെ പ്രസ് ചെയ്ത ഈ സാധനം എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? നേരക്ക് പൊന്തും. ഓക്കെ അല്ലേ? അപ്പോ ഞാൻ എന്ത് ചെയ്തു? അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് തൊട്ട് ഇതുവരെയുള്ള ദൂരം ഉണ്ടല്ലോ, ഇവിടുന്ന് തൊട്ട് ഇതുവരെയുള്ള ദൂരമാണ് D1, ഇവിടുന്ന് തൊട്ട് ഇതുവരെയുള്ള ദൂരമാണ് D2. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഇവിടുന്ന് ഇങ്ങോട്ട് ഫോഴ്സ് കൊടുത്തു. അപ്പൊ സാധനം താഴോട്ട് പോയി അല്ലെ? അപ്പോ താഴോട്ട് പോയി. സോ ഇതാണ് എഫേർട്ട്. ഓക്കെ, ഞാൻ കൊടുത്ത ഫോഴ്സ് ആണ് എഫേർട്ട്. ഞാൻ അതിന് F1 എന്ന് ഇട്ടു. ഓക്കെ, അത് കാരണം ലോഡും എന്ത് ചെയ്തു? ലോഡും താഴേക്കോ മുകൾക്കോ പോവും. ലോഡ്ക്ക് ഉണ്ടായ ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ആ സാധനത്തിന് ഉണ്ടായ ഫോഴ്സ് ആണ് ലോഡ്. അതൊരു ഫോഴ്സ് ആണ്. സോ F2 എന്ന് ഇട്ടു. പിന്നെ ഇതോട്ടുള്ള ദൂരം F1 D1 F2 D2. ഓക്കെ, സോ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുവരെയുള്ള ദൂരം ഉണ്ടല്ലോ, അതിനാണ് എഫേർട്ട് ആം എന്ന് പറയാം. എഫേർട്ട് ആം എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഈ D1. ഈ D2 ഉണ്ടല്ലോ, ഇവിടെ നിന്നിട്ട് ഇതുവരെയുള്ള ദൂരം, അതിനെ ലോഡ് ആം എന്നും പറയും. ഓക്കെ, അപ്പൊ അതായത് ഇത്രയേ ഉള്ളൂ. ഈ ചിത്രം മനസ്സിലായത് ഇത്ര മാത്രം. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇപ്പൊ നമ്മൾ കൈ അയച്ചും കൊടുത്തു. അതായത് ഈ ചെക്കനെ കൊടുത്ത ഫോഴ്സ് ആണ് എഫേർട്ട്. ഓക്കെ, അതാണ് ഈ എഫേർട്ട് എന്ന് പറഞ്ഞ F1 എന്ന് മാർക്ക് ചെയ്തത്. ഓക്കെ, പിന്നെ ഈ ചെക്കനും ഈ ഫൽക്രം വരെയുള്ള ദൂരം ഉണ്ടല്ലോ, ഈ ഫൽക്രവും ഈ ചെക്കനും വരെയുള്ള ദൂരം. ഓക്കെ, അതാണ് ഈ D1 എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അതേപോലെ ഈ ലോഡ് മുകൾക്കോ താഴേക്കോ പോയി. അതായത് ഈ ലോഡ് ഒരു ഫോഴ്സ് തരും. ഓക്കെ, അതാണ് ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് ലോഡ്, അല്ലെങ്കിൽ ആ സാധനം തരുന്ന ഫോഴ്സ്, അതാണ് ലോഡ്. സോ അതാണ് F2 എന്ന് കൊടുത്തത്. അത് എവിടെ കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ ഈ ഫൽക്രും ഈ ചങ്ങായും ഈ സബ്സ്റ്റൻസും തമ്മിലുള്ള ദൂരം ഉണ്ടല്ലോ, അതാണ് എന്ത് ഇവിടെ കാണിച്ച പോലെ D2 എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, D2 എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ
ഇക്വിലിബ്രിയത്തില് അപ്പൊ ഇക്വിലിബ്രിയത്തിൽ എന്താണ് സംഭവിക്കുക? എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ഓൺ എ സിസ്റ്റം ഈസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലോഡ് ആം. ഓക്കെ, സോ അറ്റ് ഇക്വിലിബ്രിയം അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലിവർ പറയുന്നത്. അറ്റ് ഇക്വിലിബ്രിയം എന്താ സംഭവിക്കുക? എഫേർട്ട് ഇൻറ്റു എഫേർട്ട് എന്താ പറയാ ആം. ഓക്കെ, എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ഈസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലോഡ് എന്താ പറയാ ആം. ഓക്കെ, സോ ഇക്വേഷൻ നമ്മൾ ഇവിടെ കൊടുക്കണം. എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ഈസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലോഡ് ആം. അപ്പൊ എഫേർട്ട് എന്താ ഇവിടെ? എഫേർട്ട് എന്ന് പറഞ്ഞാൽ F1 ആണ്. സോ F1 ഇൻറ്റു എഫേർട്ട് ആം എത്ര? D1 ആണ്. സോ F1 ഇൻറ്റു D1 ഈസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലോഡ് ആം. ലോഡ് പറഞ്ഞാൽ F2 ആണ്. സോ F2 ഇൻറ്റു ലോഡ് ആം എന്ന് പറഞ്ഞാൽ D2 ആണ്. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. അതായത് ഇക്വിലിബ്രിയത്തിൽ F1 D1 ഈസ് ഈക്വൽ ടു F2 D2. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിക്കും രണ്ട് ഫോഴ്സ് എന്നൊരു ഡിസ്റ്റൻസും അല്ലെങ്കിൽ ഫോഴ്സ് ഒക്കെ കാണാൻ വരുമ്പോൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ എന്താ സംഭവിക്കുക? F1 D1 ഈസ് ഈക്വൽ ടു F2 D2. അതേപോലെ മക്കളെ ഈ സാധനം കറങ്ങായിരിക്കും. ഇങ്ങോട്ടുള്ള കറങ്ങാനുള്ള ടോർക്ക് τ1 ആണ്, ഇങ്ങോട്ട് കറങ്ങാനുള്ള ടോർക്ക് എന്താണ്? τ2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടോർക്കുകളും ഈക്വൽ ആയിരിക്കും. τ1 ഈസ് ഈക്വൽ ടു τ2. ഓക്കെ, രണ്ടുപേര് തരുന്ന ടോർക്ക് ഈക്വൽ ആയിരിക്കും. τ1 D1. τ1 എന്താണ്? F1 D1 ആണ് τ1. ഓക്കെ, F2 D2 ആണ് τ2. ടോർക്ക് ആണുള്ള ഇക്വേഷൻ F1 D1 ആണ് τ1, F2 D2 ആണ് τ2. സോ ഈ ഇക്വേഷൻ നോക്കുക. സോ ഇക്വിലിബ്രിയത്തിൽ എഫേർട്ട് ഇൻറ്റു അതായത് എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ഈസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലോഡ് ആം. അതായത് F1 D1 ഈസ് ഈക്വൽ ടു F2 D2. ദാറ്റ് ഈസ് τ1 ഈസ് ഈക്വൽ ടു τ2. സോ ദിസ് ഈസ് ദ എന്താ പറയുക പ്രിൻസിപ്പിൾ ഓഫ് മൂവ്മെന്റ്. ലിവറിന്റെ പ്രിൻസിപ്പിൾ മൂവ്മെന്റ് ഇതാണ്. എഫേർട്ടും എഫേർട്ടാം ഈസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലോഡ് ആം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ മാത്രമേ ഈ സാധനം കൊണ്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ സാധനത്തിനെ കൊണ്ട് അപ്ലൈ ചെയ്തിട്ട് ആൻസർ തെറ്റും. ഓക്കെ, രണ്ടാൾ കൊടുക്കുന്ന ടോർക്ക് ഈക്വൽ ആണ്. F1 എന്ന് പറഞ്ഞാൽ എഫേർട്ട്, D1 എന്ന് പറഞ്ഞാൽ ഈ എഫേർട്ട് ആം ദൂരം, D2 എന്ന് പറഞ്ഞാൽ ലോഡ് ആം മറ്റേ ലോഡ്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടന്റ് ആയ സാധനമാണ്. ഇനി ഒരു ചെറിയ ടോപ്പിക് കൂടെ കൊടുത്തിട്ട് നമ്മൾ കലാസാക്കി കൊടുക്കും. ഓക്കെ, ലാസ്റ്റ് ടോപ്പിക്. ഓക്കെ, കഴിഞ്ഞു. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ലിവർ. ഓക്കെ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ലിവർ. ഓക്കെ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ലിവർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ പരിപാടിയാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ലിവർ എന്ന് പറഞ്ഞാൽ നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ലിവർ. അപ്പോൾ ഇഫ് ദ എഫേർട്ട് ആം ഓഫ് ദ ലിവർ ഈസ് ഗ്രേറ്റർ ദാൻ ലോഡ് ആം, അതായത് നമ്മളെ എഫേർട്ട് ആം ഉണ്ടല്ലോ ലോഡ് ആമിനേക്കാൾ കൂടുതലായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ലിഫ്റ്റ് ഹെവി റോഡ് ബൈ എ സ്മോൾ ഫോഴ്സ്. ചെറിയ ഫോഴ്സ് കൊണ്ട് നമുക്ക് വലിയ ലോഡുകളൊക്കെ പൊക്കാൻ പറ്റും. അതായത് സപ്പോസ് ഇവിടെ ഒരു കല്ലുണ്ട്, ഞാനൊരു വടി വെച്ചിട്ട് ഇതിനെ പൊക്കാൻ നോക്കുകയാണ്. സോ വടിക്ക് ഇത്രത്തോളം നീളമുണ്ട്. ഓക്കെ, വടിക്ക് ഇത്രത്തോളം നീളമുണ്ട്. സോ ഞാൻ വടി ഇവിടെ പിടിച്ചിട്ട് ഈ പോയിന്റിൽ പിടിച്ചിട്ട് ഈ സാധനത്തിന് പൊക്കാൻ നോക്കുമ്പോൾ നല്ല പണിയായിരിക്കും. അതേസമയം ഞാൻ എന്ത് ചെയ്തു? ഈ അറ്റത്ത് പിടിച്ചിട്ട് ഞാൻ ഈ സാധനത്തിനെ വലിക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഈസി ആയിട്ട് ഈ കല്ലിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ അറ്റത്ത് വന്നിട്ട് ഞാൻ ഇതിനെ ലിഫ്റ്റ് ചെയ്യാൻ നോക്കിയാൽ നല്ല പണിയായിരിക്കും. പക്ഷെ ആ കല്ലിനെ ഞാൻ എന്ത് ചെയ്തു? ഈ ഭാഗത്ത് ഏറ്റവും എൻഡിൽ വന്നിട്ട് ലിഫ്റ്റ് ചെയ്യാൻ നോക്കിയാൽ വളരെ പെട്ടെന്ന് നടക്കും. അതായത് എഫേർട്ട് ആം, അതായത് നമ്മൾ നേരത്തെ കാണിച്ച എഫേർട്ട് ആം ഉണ്ടല്ലോ, ഈ എഫേർട്ട് ആം എന്ത് ചെയ്തു? ലോഡ് ആമിനേക്കാൾ കൂടിയാൽ നമുക്ക് ഏതൊരു ലോഡിനെയും പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമ്മളിപ്പോ വരച്ച ഫൽക്രം ഉണ്ടല്ലോ, ഫൽക്രത്തില് ഈ ഫൽക്രൊക്കെ ഇവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി. എഫേർട്ട് ആം അപ്പൊ അത്രയും കൂടും, ലോഡ് ആം ഇത്ര മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പൊ എഫേർട്ട് ആം ലോഡ് ആമിനേക്കാൾ കൂടിയാൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഏതൊരു ലോഡിനെയും ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ അറ്റ് ഇക്വിലിബ്രിയം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. F1 D1. ഓക്കെ, F1 D1 ഈസ് ഈക്വൽ ടു F2 D2. അതിപ്പോ ക്യാപിറ്റൽ F1 D1 ഈസ് ഈക്വൽ ടു F2 D2 ഇതൊക്കെ കണക്കാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ F2 എന്താ വരിക? F2 ഈസ് ഈക്വൽ ടു D2 താഴേക്ക് എടുത്തു F1 D1 all divided by D2. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് പ്രകാരം D1 ഗ്രേറ്റർ ദാൻ D2 ആവണം. ഓക്കെ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ലിവർ D1 വെരി 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 ഗ്രേറ്റർ ദാൻ D2. ഇഫ് D1 വെരി 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 ഗ്രേറ്റർ ദാൻ D2, അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെയുള്ള F2 എന്ത് ചെയ്യും? Fനേക്കാൾ വളരെ കൂടും. F2 വെരി 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 ഗ്രേറ്റർ ദാൻ എന്താ പറയാ F1 എന്ന് വരും. ഓക്കെ, ക്യാപിറ്റൽ F1 എങ്ങനെയായിട്ടാണ് കണക്കാണ്. ഓക്കെ, അതായത് F2 വെരി 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 ഗ്രേറ്റർ ദാൻ F1. D1 വെരി 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 ഗ്രേറ്റർ ദാൻ D2 ആകുമ്പോഴുള്ള പ്രശ്നം എന്താ പറയുക? ഈ D1 ബൈ D2 ഉണ്ടല്ലോ ഒന്നിനേക്കാൾ വളരെ കൂടും. D1 ബൈ D2 എന്തായിരിക്കും? ഒന്നിനേക്കാൾ വളരെ 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 കൂടും. സോ അപ്പൊ നമുക്ക് F2 ഗ്രേറ്റർ ദാൻ F1 എന്ന് എഴുതും. അതായത് ഇതിന്റെ അർത്ഥം എന്താ പറയുക? ഏതൊരു എന്താ പറയുക ഹിയർ ദാറ്റ് ഈസ് വി ക്യാൻ ലിഫ്റ്റ്. ഓക്കെ, വി ക്യാൻ ലിഫ്റ്റ് ഹെവി ലോഡ്. ഒരു ഹെവി ലോഡ് നമ്മളെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ഹെവി ലോഡ് F2 എന്നുള്ള ഹെവി ലോഡ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്മോൾ എഫേർട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിഫ്റ്റ് ചെയ്യാൻ പറ്റും.
ബൈ സ്മോൾ എഫേർട്ട് എന്താണ് F1. ഓക്കെ F1. ഓക്കെ ആ എഫ് ഇങ്ങനെ ഇട്ടാലൊക്കെ കണക്കാണ്, നിങ്ങൾ അത് വലിയ പ്രശ്നമാക്കണ്ട. സോ നമ്മൾ എന്ത് ചെയ്യാം, എഫേർട്ട് ലോഡ് ആമിനേക്കാൾ കൂട്ടിയാൽ പെട്ടെന്ന് നമുക്ക് പൊക്കാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞത്. ഒരു കല്ല് വെച്ചിട്ട് ഇവിടെ ഈ അറ്റത്ത് പോയി പിടിച്ചിട്ട് പൊക്കിയാൽ പറ്റൂല, അതേസമയം ഇവിടെ തിരിച്ചിട്ട് പോയി പൊക്കിയാൽ നമുക്ക് പറ്റും. സോ ദാറ്റ്സ് ഓൾ. നമുക്ക് ഇന്നത്തെ പരിപാടി നിർത്താം. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടെ ഡിസ്കഷൻ ചെയ്യാം. ഓക്കെ.